ഹായ് ഗൈസ്, എല്ലാവർക്കും ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ബിസിനസ്, വൻ വിജയമായിട്ടുള്ള ബിസിനസിന്റെ പിന്നാമ്പുറ രഹസ്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ബിസിനസ് തന്നെ വൻ സക്സസ് ആയിരുന്നു അല്ലേ? അതിന്റെ ബാക്കി നമുക്ക് ഇവിടുത്തെ ഇരിപ്പുണ്ട്. ലക്ഷക്കണക്കിന് ഇനി ഒരു 5-6 പോഡ്കാസ്റ്റ് ഇതേപോലെ ഒരു ചായ അടിക്കാനുള്ള സാധനം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ലക്ഷക്കണക്കിന് ബണ്ണും ചായയുമാണ് കെട്ടിക്കിടക്കുന്നത്. പൂത്താന്ന് നോക്കാം. അത് നമ്മളുടെ ഒരു ബിസിനസിന്റെ ചുവടുവയ്പ്പാണ് ആദ്യത്തെ. അതെ, അതിപ്പം സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് നോക്കണ്ട. കാര്യം അതിന് നമ്മൾ കുറെ എക്സ്പീരിയൻസ് അതിൽ നിന്നുണ്ടായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചതല്ല, പക്ഷെ ചെയ്തു. അതൊരു വലിയ സംഭവമാണ്. വലിയ സംഭവല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൺ മസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ അടുത്തിടയ്ക്ക് ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും കത്ത് നിന്നൊരു സാധനമായിരുന്നു. അപ്പോഴ് ഇതിനെന്താണ് ഇത്ര ഇതൊന്നും അറിയണ്ടേ, ഇതിനെന്താണ് ഇത്ര ഹൈപ്പ്, എന്താണ് ഇത്ര ആൾക്കാര്, ജനക്കൂട്ടം, അതൊക്കെ അറിയാൻ വേണ്ടി നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ. ആദ്യം നമ്മള് ഇത് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയി നമ്മള് മാർക്കറ്റ് സ്റ്റഡി നടത്തി. അപ്പോഴേ അവിടെ നിന്നുണ്ടായ എക്സ്പീരിയൻസ് അത്ര ഇത് വലിയ സംഭവം അല്ലെന്ന് തോന്നി അല്ലേ? ഇതെന്തിനാണ് ഈ ആൾക്കാർ ഇങ്ങനെ തിരക്ക് കൂട്ടി ഇങ്ങനെ അവിടെ നിന്ന് വാങ്ങി കഴിക്കണെന്നുള്ളൊരു സംശയം. അതെ, നമ്മൾ ആദ്യം വിചാരിച്ചത് ഇതിന്റെ റെസിപ്പി ചെയ്യാന്നാണ്. പക്ഷെ പിന്നെ വിചാരിച്ച റെസിപ്പിയെക്കാളും കുറച്ചും കൂടി നമുക്ക് ആ എക്സ്പീരിയൻസ് എന്താണെന്ന് നോക്കാന്ന് വിചാരിച്ചു. കാര്യം ഇത് ഫസ്റ്റ് തുടങ്ങിയത് ഒരു കപ്പിളാണ് ഇവിടെ കേരളത്തിൽ. ചായ കപ്പിൾ അല്ലേ? ചായ കപ്പിൾ. ഇത് പുറത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പണ്ടെപ്പോഴും മൃണാള് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു മുംബൈയിലും ഹൈദരാബാദിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ബ്രെഡും ഈ മസ്കയും കൂടി ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു സാധനം പണ്ടെപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം അവര് തുടങ്ങി ക്ലിക്കായപ്പോഴത്തേക്കും ഈ ചപ്പാത്തി കമ്പനിയും ടർഫും ഒക്കെ ആൾക്കാര് തുടങ്ങൂലേ. ഒരെണ്ണം സക്സസ് ആയി കഴിഞ്ഞാൽ ഒരു 100 എണ്ണം തുടങ്ങണത് അതിന്റെ പേര് പിടിച്ച് അങ്ങ് തുടങ്ങും. ടർഫ് തുടങ്ങുന്ന നടക്കുന്നില്ല, ഇത് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ പറ്റുന്ന സാധനം അല്ല. ഇത് ഭയങ്കരമായിട്ട് പറ്റും. അല്ല, ഒരു ട്രെൻഡ് ഉണ്ട്. പണ്ട് ഈ മാഞ്ചിയോ അക്കേഷ്യയൊക്കെ ആൾക്കാർ വയ്ക്കുമായിരുന്നു, എല്ലാം വെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിന് ഭാവിയിൽ വില കൂടുമെന്ന് പറഞ്ഞു വാനില് വെക്കുമായിരുന്നു. അങ്ങനെ ഈ സീസണൽ ബിസിനസ്സുകൾ കുറെ ഉണ്ട്. ഈ കോപ്പിയടി അല്ലെങ്കിൽ ഇൻസ്പയർഡ് ഇതേപോലത്തെ സാധനമായിരുന്നു. പിന്നെ ഇത് സാധനം ഒരു കൗതുകം. പിന്നെ ഈ ബണ്ണും ബട്ടറും കൂടെ ആകുമ്പോ ഒരു കഴിക്കാൻ എല്ലാരും ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും. പിന്നെ ചായ മലയാളികളുടെ ഒരു വികാരമാണല്ലോ, അതും പറയേണ്ട ഒരു സാധനമാണ്. അപ്പൊ അതിന്റെയും കൂടെ ഒരു ഇതുണ്ട്, ഈ ഒരു ഹൈപ്പിനും അതുപോലെ തന്നെ ആൾക്കാർ ഇത്രയും തിരക്ക് കൂട്ടുന്നതിലും. ഹൈപ്പിനൊത്തുണ്ടോന്ന് ചോദിച്ചാ എനിക്ക് അത്ര തോന്നിയില്ല. കാര്യം ചിലപ്പോ മറ്റേ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സ്ഥലത്തൊക്കെ ചിലപ്പോ നല്ല ടേസ്റ്റ് കാണും, പക്ഷെ നമ്മള് ടേസ്റ്റ് ചെയ്ത സാധനമൊന്നും അത്ര രസമായിട്ട് തോന്നിയില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഇത് ചിലപ്പം എല്ലാ ദിവസവും ട്രൈ ചെയ്യുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത്ര ഹെൽത്തി ഒന്നും അല്ല. ഇത്രയും ബട്ടർ അടിച്ചു കയറ്റുമ്പോഴത്തേക്കും സ്വാഭാവികമായും പ്രശ്നങ്ങൾ വരും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ എണ്ണ പലഹാരത്തിനെക്കാട്ടി ഹെൽത്തി ആണെന്ന് അല്ലേ? ഇതിലിഷ്ടം പോലെ ബട്ടറുണ്ട്, എന്നാലും എണ്ണ പലഹാരം കാട്ടി ഹെൽത്തി അല്ലേ എണ്ണയില്ല. അത് നമുക്ക് പ്രത്യേകിച്ച് വേറൊരു സെഷൻ ഡിബേറ്റ് ചെയ്യാം. അതറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, അതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ എത്രയാണെന്നൊക്കെ ഉള്ളത്. അല്ല, ഇതിൽ ഒരുപാട് മധുരമില്ല. മധുരം ഇല്ലെങ്കിൽ ഒരുപാട് കാപ്സും ഫാറ്റും ഉണ്ട് ഇതിനകത്ത്. അല്ല, നമ്മളിങ്ങനെ ഒരു കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു ബിസിനസ് ആയിട്ടല്ല നമ്മൾ തുടങ്ങിയത്. നമ്മളൊരു എക്സ്പെരിമെന്റ് പോലെ വീഡിയോക്ക് വേണ്ടി നമുക്ക് ഇത് ചെയ്താലോ എന്നൊരു ഐഡിയ തോന്നി. ആദ്യം നമ്മള് വേറെ പ്ലാൻ ആയിരുന്നു, നമുക്ക് ഇത് റെസിപ്പി ഒക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു പ്ലാൻ ആയിരുന്നു. അതൊരു രസം, ഒരു ചെറിയ വീഡിയോ ആക്കും. ഇതിൽ റെസിപ്പി എന്ന് പറയാൻ വേണ്ടി ഇതിനൊന്നുമില്ല. ഇത് ജസ്റ്റ് ആ സാധനം ഒന്ന് ബീറ്റ് മിൽക്കും കൂടെ മറ്റേ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആയി. പിന്നെ ബണ്ണും വാങ്ങിയാൽ മതി. പിന്നെ എന്തെങ്കിലും ഫ്ലേവർ ആണെങ്കിൽ അപ്പം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലേവറും കൂടി ആഡ് ചെയ്താൽ മതി. സിമ്പിൾ സാധനമാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ സിമ്പിൾ ആയിട്ട് നമ്മൾ തന്നെ ഒറ്റ ദിവസം കൊണ്ടാണ് സെറ്റ് ചെയ്തല്ലേ. ഒറ്റ ദിവസം കൊണ്ട് സാധനങ്ങൾ വാങ്ങി. ബണ്ണിന്റെ അവൈലബിലിറ്റി ഇത്തിരി കുറഞ്ഞു പോയി. അത് ശരിയാണ് കേട്ടോ. ബണ്ണ് നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിച്ചു ഇവിടെ ഇരുന്ന് എവിടുന്ന് വാങ്ങാന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ച് ചിലപ്പോൾ എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ലുലുവിൽ പോവാം. അവിടെ ആകുമ്പോൾ ഫ്രഷ്ലി ബേക്ക് ചെയ്ത് പെട്ടെന്ന് വരുമല്ലോ. ചെന്നപ്പോഴത്തേക്കും ലുലുവിൽ അന്ന് ബണ്ണ് ഔട്ട് ഓഫ് ഒരു ബണ്ണേ ഉള്ളൂ. ഒരു കവർ ബണ്ണ് മാത്രമേ അവിടെ അവൈലബിൾ ഉള്ളൂ. മറ്റേ ബണ്ണൊക്കെ ഉണ്ട് കേട്ടോ, ഈ സ്വീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിൽക്ക് ബൺസ് മാത്രം അൺഅവൈലബിൾ.
എന്നാ മറ്റേ സാൻഡ്വിച്ചിന്റെ ബണ്ണ്, ബർഗറിന്റെ ബണ്ണൊക്കെ ഇഷ്ടം പോലെ കെട്ടിക്കിടപ്പുണ്ട്. അപ്പൊ ഇതില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ വന്നിട്ട് ഒരു കടയിലെത്തി. അവിടെ എത്തിയപ്പോഴും അവിടെയും തീർന്ന്. അവരോടെന്ന് വെച്ച് കഴിഞ്ഞാൽ 500-1000 പാക്കറ്റ് എന്തോ അന്നത്തെ ദിവസം തീർന്നു. നമ്മൾ വന്നോണ്ടേ ചോദിച്ചു ബൺ ബസ്കേക്ക് ആണോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു നമ്മൾ 100 ബണ്ണ് വേണോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പാക്കറ്റ് എന്നാണ്. ഇരുന്നാ മതി, ഇപ്പൊ ബേക്ക് ചെയ്യാനുണ്ട്, ഇപ്പൊ കൊണ്ടുവരാം, ഉള്ള എല്ലാം രാവിലെ തന്നെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഡെയിലി വേണോ, സപ്ലൈ ചെയ്യണോ എന്ന് ചോദിച്ചു. അത് രസമായിരുന്നു നമ്മള് പോയത് അല്ലേ. നമ്മള് വാങ്ങാൻ പ്രൊക്യൂർമെന്റിന് പോയത് നല്ല രസമായിരുന്നു. നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടന്റിനും ഒരു രസത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അവിടെ ഉള്ള ആ ചേച്ചി നമ്മളെ ഒരു ബിസിനസ് കാരനായിട്ടാണ് അവർ കണ്ടത്. എങ്ങനെ ലാഭം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞത്. അതായത് നമ്മൾ വാങ്ങിയ, ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മള് വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് വാങ്ങിയത്. നമ്മളിപ്പോ കുറച്ചു നേരത്തേക്ക് മൃണാളാവുകയാണ്. നമ്മൾ വാങ്ങിയത് അമൂലിന്റെ ബട്ടറാണ്. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിയ ക്രീം ഇത് മിൽക്ക് മെയ്ഡ് തന്നെയാണ് വാങ്ങിയത്. മിഠായി മേത്തി ഉണ്ട് നമ്മുടെ അമൂലിൽ കിട്ടും. പക്ഷെ നമ്മൾ രണ്ടും നല്ലതാണ്. നമ്മൾ ഇത് വാങ്ങി. പിന്നെ പാലാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച മുരളി, അല്ലെങ്കിൽ ഫുൾ ഫാറ്റിന്റെ മുരളി, അങ്ങനെ കുറെ സാധനമാണ് നമ്മൾ വാങ്ങിച്ചത്. പക്ഷെ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വേറൊരു ബ്രാൻഡ് ഉണ്ട്, 1/2 കിലോ 100 രൂപയ്ക്ക് കിട്ടുന്ന ബട്ടർ ഉണ്ട്, നിങ്ങൾ അത് അത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭം കിട്ടും. അല്ലാതെ ഈ അമൂലെന്ന് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭം കിട്ടില്ല. ശരിയാണ്. അമൂൽ ഇത്ര ഇടുമ്പോഴത്തേക്ക് ഇതിന്റെ മാർജിൻ കുറയല്ലേ. നമ്മൾ വാരി തേച്ച് കഴിഞ്ഞാൽ 10-20 രൂപ ഇതായി ബട്ടറായി. പക്ഷെ അവര് മറ്റേ ബ്രാൻഡ് വാങ്ങിച്ചിടുമ്പോഴത്തേക്ക് 1 കിലോ 200 രൂപയ്ക്ക് കിട്ടി. അങ്ങനെ ഇത് അല്ലെങ്കിൽ ഇത് ഓളി അത്രയ്ക്ക് വിൽക്കണം, സെല്ല് ചെയ്യണം, എങ്കിലേ ഇതില് ലാഭം വരുള്ളൂ. ഇതില് നമുക്ക് ഇതില് ഒരുപാട് പേര് 30 രൂപയ്ക്ക് ഇത് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് 30 രൂപയ്ക്ക് ഒരു ബണ്ണും ഇത്രയല്ലേ ഉള്ളൂ, സാധനമല്ലേ 30 രൂപയ്ക്ക് പറ്റാം. പക്ഷെ 30 രൂപയ്ക്ക് നല്ലതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ 30 രൂപ മേളിലാവും. 10-28 രൂപയ്ക്കാവും. മറ്റേ അങ്ങേര് പറയും പോലെ 2 മണിക്കൂർ മുന്നേ വരെ ഇതിന് ജീവൻ ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് കളിയാക്കിയെങ്കിലേ ഇത് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ പിന്നിലെ ചേതോ വികാരം മനസ്സിലായി. കാര്യം നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഫുഡിന് വിലയാവും. നല്ല ക്വാളിറ്റിയിലും പിന്നെ ആൾക്കാർക്ക് വേറൊന്നും പറ്റരുത്. നമ്മൾ അവരെ ഇത് ചെയ്ത് നല്ല ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങി, മായം കലരാത്ത സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ നല്ല പൈസ. പുള്ളി പറയണത് നമ്മള് കളിയാക്കുമെങ്കിൽ ഇപ്പോഴാണ് നമുക്ക് അതിന്റെ ഉണ്ടെന്നുള്ള മനസ്സിലായത്. അല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാ നമ്മൾ ഈ ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോഴേ, ഇപ്പം ഞാനൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ കൂടുമ്പോഴോ അല്ലെങ്കിലൊക്കെ പുറത്ത് പോയി ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല പൈസയാവും. ഒരു ബിരിയാണി സത്യം പറഞ്ഞാൽ 350-400-350 രൂപയൊക്കെ ആവും നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും. അപ്പൊ ആലോചിക്കും 200-250 രൂപ എടുത്ത കടയിൽ പോയി കിട്ടും ബിരിയാണി. നമ്മൾ പിന്നെ ഉണ്ടാക്കണതിന്റെ പാട് ഈ സാധനങ്ങൾക്കെല്ലാം വിലയാണ് സത്യം പറഞ്ഞാൽ. ക്വാളിറ്റിയില് ചെറിയ വ്യത്യാസമൊക്കെ വരുമല്ലേ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ബിസിനസ് ഇപ്പൊ നല്ലൊരു സാധനം കൊടുത്ത് നല്ല ഇത് കൊടുത്തണമെങ്കിൽ അത്രയും വോളിയം വേണം. അവൻ പറയും പോലെ നല്ല വോളിയം ഉണ്ടെങ്കിലേ പിടിച്ചിരിക്കാൻ പറ്റും. മറ്റേ കൂടുതൽ സാധനം വാങ്ങുമ്പോ വില കുറച്ച് കിട്ടുമല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കും അവര് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കും. ഇപ്പം ചായ കപ്പിളിന്റെ ഇത് അവര് ബ്രാൻഡ് ബിൽഡ് ചെയ്ത് വരെയല്ലേ. അവരെനിക്ക് തോന്നുന്നില്ല ചെറിയ മറ്റേ ഇപ്പോഴവരുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ ഇത് ഈ ഒരു ബ്രാൻഡ് ട്രസ്റ്റ് ഉണ്ടാക്കാനായിരിക്കും. അപ്പോഴവര് ഒരു ചീപ്പ് സാധനങ്ങൾ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇല്ല, ആരും ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നാണ്. അങ്ങനെ ചെയ്യാനാണ് മറ്റേ ഒരു ബേക്കറിയിലുള്ള ആള് നമ്മളെടുത്ത് ഉപദേശിച്ചത്. അങ്ങനെയാണ്. അതായത് നിങ്ങൾ ഡെയിലി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് കുറച്ചും കൂടി വില കുറച്ച് തരാം. അല്ല, ബ്രെഡ് അല്ല, ബണ്ണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബട്ടർ യൂസ് ചെയ്ത്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ബട്ടർ ആയിരിക്കും, ഫുള്ളി ബട്ടർ ആയിരിക്കും. 1 കിലോ 200 രൂപ കിട്ടുമെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അതിലും കുറച്ച്. അപ്പം അത് ബട്ടർ ആയിരിക്കില്ല. എനിക്ക് വേണം എന്തെങ്കിലും ഒരു ഫാറ്റൊക്കെ, വെജിറ്റബിൾ ഫാറ്റൊക്കെ ആയിരിക്കും. അതിൻ്റെ ഒരു സാധനം ഉണ്ട്. നമ്മൾ പണ്ട് ഐസ്ക്രീം കുടിച്ചോണ്ടിരുന്നിട്ടില്ലേ നമ്മളെല്ലാരും. നമ്മൾ വിചാരിച്ച എല്ലാ ഐസ്ക്രീം എന്നാണ്. ഫ്രോസൺ ഡെസേർട്ട് ആണ് മിക്കതും. ഫ്രോസൺ ഡെസേർട്ട് വെജിറ്റബിൾ ഓയിലും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു സാധനമാണ്, ഷുഗറും കൂടി ചേർത്തിട്ട്. പക്ഷെ ടേസ്റ്റ് ഐസ്ക്രീമിന്റെ തന്നെ ആയിരിക്കും. നമ്മൾ ഐസ്ക്രീം എന്ന് പറഞ്ഞ് കുടിച്ചോണ്ടിരുന്ന സബ്സ്റ്റാൻഡേർഡ് സാധനമാണ്. കുറെ കമ്പനികൾ ഉണ്ടായിരുന്നു. നമ്മൾ പണ്ട് കുടിച്ചോണ്ടിരുന്ന കുറെ കമ്പനികൾ ഫ്രോസൺ ഡെസേർട്ട് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഈ അടുത്തിടയ്ക്ക് മറ്റേ പനീറിന്റെ ഒരു സാധനം വന്നായിരുന്നു. പനീറിന്റെ അത് മറ്റേ എന്തോ ഓയിൽ വെച്ചുണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു സാധനം. ഈയിടയ്ക്ക് ഒരു അമ്പലത്തിൽ, തിരുപ്പതിയാണോ എന്തോ, ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയോ വർഷമായിട്ട് കരാർ കൊടുത്തിരുന്നതാണ്. അതിൽ പാലിന്റെ അംശമേ ഇല്ലെന്നാണ് പറയുന്നത്, ബട്ടറിലോ നെയ്യിലോ. അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാർ ലാഭം ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യും. പക്ഷെ കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കൊരു പുത്തൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആ ട്രെൻഡ് നോക്കുമ്പോഴാണ് ഇപ്പോഴത്തെ വേറൊരു ട്രെൻഡ്, മറ്റേ ഞെട്ടിക്കൽ
ഞെട്ടിക്കൽ ബിരിയാണി എല്ലാം ട്രെൻഡാണ്. അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാല്ലേ. ഞാൻ ഒരു പയ്യനെ കണ്ട്, അവൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞെട്ടിക്കൽ ബൺമസ്ക. ബൺമസ്ക എടുത്തിട്ട് കൊടുക്കാതെ നേരത്തെ അവൻ ഒന്ന് ഞെട്ടിക്കും. അവൻ കൊള്ളായിരുന്നു കേട്ടോ. അത് നമ്മളൊന്ന് ഞെട്ടിയായിരുന്നു. നമ്മള് കുറച്ചൊന്ന് ഞെട്ടി. നമ്മള് ഞെട്ടുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് തൊട്ട് തുടങ്ങാം. നമ്മൾ ഈ ഐഡിയ ഇട്ടിട്ട് നമ്മള് വൈകുന്നേരം തുടങ്ങിയാലാണ് സത്യം പറഞ്ഞാൽ ലാഭം കിട്ടുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ച് കുറച്ച് ലേറ്റ് ആയിട്ട് തുടങ്ങാം. കാര്യം വൈകുന്നേരം നമുക്കൊരു ചെറിയ ചമ്മലൊക്കെ ഉള്ളത് കൊണ്ട് വെട്ടത്ത് നിന്ന് കച്ചവടം ചെയ്യാൻ മടിയാണല്ലേ. മടിയല്ല, നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കണമല്ലോ. പിന്നെ ഉല്ലാസം വരാൻ ലേറ്റായി. ഉല്ലാസം വരാൻ ലേറ്റ് തലയിലിട്ടവല്ല. അതിന് എന്റെ തലയോട് പറഞ്ഞു നിങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ എത്താന്ന് പറഞ്ഞു. 6 മണിയാവുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ. അല്ലാതെ നമുക്ക് മടിയോ ലേസിയോ അങ്ങനെയൊന്നും അല്ല. ഇല്ല. എന്നിട്ട് നമ്മളിപ്പോ നോക്കിയപ്പോഴത്തേക്കും പക്ഷെ കഴിഞ്ഞതിന്റെ അങ്ങേ ആഴ്ച എനിക്ക് തോന്നുന്നു ഒരുപാടുണ്ടായിരുന്നു ബൺമസ്ക. ഇപ്പൊ അത് കുറഞ്ഞു. ഇപ്പൊ കാര്യമായിട്ട് 2 എണ്ണേ ഉള്ളൂ. അതിൽ നമ്മൾ അങ്ങോട്ട് ഒരു 9 മണിക്കൊക്കെയാണ് പോയത്. നമ്മൾ കൃഷ്ണന്റെ കടയിലാണ് ഇട്ടത്. കാര്യം അവൻ ലൈസൻസും കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇട്ടത്. അപ്പൊ അവിടെ അങ്ങോട്ട് പോണ വഴിക്ക് തന്നെ ഇവരെല്ലാം നിർത്തി, ഇവര് പാക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അങ്ങോട്ട് പോകണം. ബാക്കിയുള്ള മൺമസ്കക്കാര് പാക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അങ്ങോട്ട് പോകണം. എനിക്ക് തോന്നുന്നു കറക്റ്റ് ടൈം 4 മണിയാണ്. ഒരു 4 മണി ചായ കുടിക്കുന്ന ടൈം ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആളുകൾ 4 മണിയാണ് കറക്റ്റ് ടൈം. എനിക്ക് തോന്നുന്നു കോളേജ് പിള്ളേര് ഇറങ്ങുന്ന ടൈമും അങ്ങനത്തെ. ഈ ഓഫീസിൽ നിന്ന് ചിലപ്പോ പോണ വഴിക്കും ചിലപ്പോ ആൾക്കാര് ഒരെണ്ണം വാങ്ങി കുടിച്ചിട്ട് കൊള്ളാക്കി ചിലപ്പോ പാഴ്സലും കൊണ്ടുപോകും. നമ്മൾ പക്ഷെ പാഴ്സലൊന്നും പോകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നമ്മള് ബിസിനസ് സ്റ്റഡി നടത്തിയത് തലേന്നായിരുന്നു ബിസിനസ് സ്റ്റഡി നടത്തിയത്. കാരണം ഇത് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദിവസം മുമ്പല്ല പ്ലാൻ ചെയ്തത്. ഇത് സാധനം നമ്മള് തലേ ദിവസം ഇവിടെ ഒരു പോഡ്കാസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോഴേ അത് നടന്നില്ല. അപ്പോഴ് ഈ ബൺമസ്ക ചെയ്താലോ അങ്ങനെ ബൺമസ്ക ഇതുവരെ ഞാൻ ബൺമസ്ക കഴിച്ചു. ആരും ബൺമസ്ക കഴിച്ചില്ല. നീ കഴിച്ചില്ല. അപ്പോഴേ അത് എന്തോന്നാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പോവാന്ന് വിചാരിച്ചു. കാർ എടുത്ത് ഒന്ന് കഴക്കൂട്ടം വഴി ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചപ്പോ അവിടെയൊന്നും ഇല്ല, കാര്യവട്ടൊന്നും ഇല്ല. എല്ലാം തീർന്നു. നമ്മൾ എവിടെയാണെന്ന് സ്ഥലം പറയണ്ട, നമ്മൾ അങ്ങനെ പോയി. നമ്മളൊരു കഴക്കൂട്ടത്ത് ഒരു സ്ഥലത്ത് പോയി. അപ്പോഴ് പോയപ്പോഴ് നമ്മള് ജസ്റ്റ് പ്രസന്റ് ചെയ്തത് നമ്മൾ ഈ മാർക്കറ്റും ഇതിന്റെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയാണ് പോയത്. അങ്ങനെയാണ്. പക്ഷെ കഴിക്കാൻ പോയപ്പോഴ് അവിടെ കഴിച്ച ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അങ്ങനെ തോന്നിയില്ല. അത്ര കിടിലായിട്ടൊന്നും തോന്നിയില്ല ആ സാധനം. പിന്നെ ചായ കിട്ടി നമുക്ക്. ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത്രയേ ഉള്ളൂ. 150 ml ഒരു ഗ്ലാസ്സിലാണ് നമുക്ക് ചായ കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ ഒഴിച്ചു വരുമ്പോ എന്തായാലും ഇത്രയൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം. കാര്യം ഇത്രയൊന്നും ബ്രിം വരെയൊന്നും ആരും ഫില്ല് ചെയ്യില്ല. അപ്പൊ ഇത്രയും വന്നു കഴിഞ്ഞാൽ ഒരു 120 ml വരും. പക്ഷെ നമുക്ക് കിട്ടിയത് 60 ml ആയിരുന്നു. നിങ്ങൾ ബാറിൽ പോയി പെഗ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ കിട്ടും. സീരിയസ്ലി അല്ല, സംഭവം എനിക്ക് തോന്നുന്നു ആ സാധനം തീരാറായി, ചായ തീരാറായി. അപ്പൊ ഉള്ളത് അവരിങ്ങനെ ചരിച്ചൊക്കെയാണ് ഒഴിച്ചു തന്നത്. അത് ഇല്ലെങ്കിൽ അവര് പറയണമായിരുന്നു ആദ്യമേ ചായ തീർന്ന്. അല്ല, പക്ഷെ നമുക്ക് എല്ലാവർക്കും തന്നിട്ട് അടുത്ത വരണവർക്കും ചായ കൊടുക്കണുണ്ടായിരുന്നു. പക്ഷെ തീരാറായി. ഞാൻ നോക്കിയത് പുള്ളിക്കാരൻ ചരിച്ചൊക്കെയാണ് എടുത്തോണ്ടിരുന്നത്. പക്ഷെ അത് ഇത്രയാണ് നമുക്ക് ചായ കൊടുത്തോണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ബൺമസ്ക മിക്കവരും കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കിയിട്ടാണ് കഴിക്കണം. അല്ലാതെ ഈ മധുരം ഇതില് ഒതന്റിക്കിൽ അധികം മധുരം ഇടൂലെന്ന് തോന്നുന്നു. അപ്പൊ ഈ ചായയിൽ മുക്കുമ്പോഴാണ് അതൊന്ന് ബണ്ണൊന്ന് സോഫ്റ്റ് ആവും. അല്ലെങ്കിൽ നമ്മൾ ബണ്ണ് ചായയിൽ മുക്കി കഴിക്കാൻ നല്ല രുചിയാണ്. റസ്ക് ഒക്കെ. അപ്പൊ ഇത്ര ചായ കിട്ടിയുള്ളൂ നമുക്ക്. അത് ഒരു ഇപ്പൊ നമ്മൾ അതൊക്കെ ഓവർകം ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മള് ഫ്ലോസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതായത് ബണ്ണിനൊരു ബണ്ണിലല്ല, മസ്കയ്ക്ക് കുറച്ച് ടേസ്റ്റ് കുറവ് പോലെ തോന്നി. ക്രീംനെസ് കുറച്ച് കുറവായിരുന്നു. അതുപോലെ തന്നെ ചായ ക്വാണ്ടിറ്റി കുറവായിരുന്നു. ചായയും ഭയങ്കര സംഭവം തോന്നിയില്ല. അപ്പം അതൊക്കെ മാറ്റി അതിനെയൊക്കെ ഓവർകം ചെയ്തതാണ് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചത്. ഇതിനപ്പുറം നമ്മൾ ചെയ്യണം. ഇതിന് ചായയൊക്കെ നമുക്ക് നിറച്ചു കൊടുക്കണം, ഗ്ലാസ് മുട്ടൊക്കെ കൊടുക്കണം എന്നായിരുന്നു നമ്മളെ ഒരു ആഗ്രഹവും ഒരു ഇതും. അതിപ്പോ കൂടുതൽ പറയാൻ ബിനു ഇവിടെ വന്നിട്ടില്ല, അവന് വയ്യ, അവന് പനി അടിച്ചു. നീയോട് എനിക്കും വയ്യ കേട്ടോ. എനിക്ക് അതിനുശേഷം കോൾഡായി, ഭയങ്കര ജലദോഷവും ഇതും. നിങ്ങൾ ട്രിവാൻഡ്രത്ത് ഈ ശ്രീലങ്കയിൽ ഒരു കാറ്റടിച്ചതിന് ശേഷം ഇവിടെ ഫുള്ള് മഞ്ഞും പുകയുമാണ്. ഉച്ചക്കൊക്കെ മഞ്ഞും പുകയുമാണ്. അപ്പൊ അന്ന് രാത്രി ഫുള്ള് നിന്നതിന്റെ ആണെന്ന് തോന്നുന്നു. വയ്യ. ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് വണ്ടി ഓടിച്ച് പോയപ്പോ എനിക്ക് മറ്റേ ഇതൊക്കെ വരുന്നു, അതുമാതിരി തണുപ്പ്. അത് ശരിയാണ്, തണുപ്പ് ഇത്തിരി കൂടുതലോ. പക്ഷെ ഇപ്പൊ കുറഞ്ഞു. അല്ല, ഈ പെട്ടെന്നുള്ള ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് അസുഖം. നമ്മള് കൂടുതൽ ഈ തിരുവനന്തപുരത്ത് ഈ സിറ്റിയിലൊന്നും അങ്ങനെ തണുപ്പ് വരാറേ ഇല്ല അല്ലേ? ഡിസംബറിൽ ഒന്നും തണുപ്പ്. പക്ഷേ രാത്രി 4 മണിക്കൊക്കെ നമ്മള്
വണ്ടി ഓടിച്ച് പോകുമ്പോൾ മൂടിക്കെട്ടിയ അന്തരീക്ഷം. അങ്ങനത്തെ ഒരു സാധനം ഒരു 2-3 ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. ഇപ്പൊ മാറി. ഇപ്പൊ മാറി. ഇപ്പൊ ചൂട് വന്നു തുടങ്ങി. അപ്പൊ അപ്പം അതിനിടയിലാണ് നമ്മൾ ബൺമസ്ക കച്ചവടം നടത്താൻ പോയത്. നമ്മളപ്പം ലുലുവിൽ പോയാണ് സാധനം വാങ്ങാൻ പോയത്. പക്ഷെ എല്ലാം കിട്ടിയില്ലല്ലേ നമുക്ക്? എല്ലാം കിട്ടിയില്ല. ബണ്ണ് കിട്ടിയില്ല, പിന്നെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഈ കൈയിടുന്ന ഗ്ലൗസ് കിട്ടിയില്ല, തലയിലിടുന്ന തൊപ്പി അവിടെ ഉണ്ടായിരുന്നായിരിക്കാം, പക്ഷെ നമ്മൾ തപ്പിയിട്ട് കിട്ടിയില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മിസ്സിംഗ് ആയി. പിന്നെ അതൊക്കെ നമ്മൾ ഇവിടുന്നൊക്കെ ലോക്കൽ സ്ഥലങ്ങളിൽ നമ്മൾ എടുത്തായിരുന്നു. പിന്നെ നമുക്ക് പാത്രങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? അതായത് ചായ ഉണ്ടാക്കാനാണെങ്കിലും ഇത് ദമ്മിടണം. സത്യം പറഞ്ഞാൽ ഈ ചായപ്പൊടി വെള്ളത്തിയിട്ട് അടച്ചു വെച്ച് സ്പൈസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യണമായിരുന്നു ദമ്മിടാൻ. പക്ഷെ അതിനും വലിയ പാത്രം ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. കാര്യം നമ്മളൊരു ചെറിയ ഓളത്തിലാണ് തുടങ്ങിയത് അല്ലേ? നമ്മളൊരു ചെറിയ 100 പേർക്ക് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ബണ്ണ് കൂടുതൽ വാങ്ങിച്ചാൽ നമുക്ക് കൂടുതൽ പേർക്ക് കൊടുക്കാൻ പറ്റും. ആ ക്രീം കൂടുതലുണ്ടായിരുന്നല്ലേ? പക്ഷെ ആളും വരണം. പക്ഷെ അത് വെച്ച് നോക്കുമ്പം ഇത് ലാഭം. ആ ക്രീം മൊത്തം വിറ്റിരുന്നെങ്കിൽ നല്ല ലാഭം കിട്ടുന്ന സാധനമാണ്. ലാഭത്തിന്റെ കാര്യമൊക്കെ നമ്മൾ എൻഡിലോട്ട് വന്നപ്പോ പറയാം. നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാം. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന സാധനം അത് നേരത്തെ നിങ്ങൾ അന്വേഷിച്ചിട്ട് എവിടെയാണോ ലോ പ്രൈസിന് കിട്ടുന്നത് അവിടെ അല്ല, ക്വാളിറ്റി സാധനം ലോ പ്രൈസിൽ കിട്ടുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുക്കുക. എന്നിട്ട് അവരുമായിട്ട് ഒരു റെക്കറിങ് ടൈപ്പ് വെക്കുകയാണെങ്കിൽ നാളെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് തരും വില കുറച്ച്. ഇപ്പൊ നമ്മൾ ഈ ബണ്ണ് വാങ്ങിച്ച സ്ഥലത്ത് നമുക്ക് കിട്ടിയത് ഇത് 7 രൂപയായിരുന്നു ഒരു ബണ്ണിന്. നമുക്ക് അവർ 50 പൈസ കുറച്ച് 7 രൂപയ്ക്ക് തന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നിങ്ങളിപ്പോ ഡെയിലി എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ 5 രൂപയ്ക്കോ 4 രൂപയ്ക്കോ. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡാണ് ഇത് കൊണ്ടുവരണം. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് അടിച്ച് കൊണ്ടുവരണേ. പുള്ളിക്ക് ഇപ്പൊ ബണ്ണ് ഒരുപാട് ആവശ്യക്കാരുണ്ട്. സ്റ്റിക്കർ ഒട്ടിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോഴും നമ്മൾ ചോദിക്കുമ്പോഴും ചേച്ചി പറയണം ഇപ്പൊ ഒരു 5 മിനിറ്റ് കൂടെ നില്ല് എന്ന് പറഞ്ഞിട്ട് മൊത്തം ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോഴേ നമ്മൾ 700 രൂപ കൊടുത്തു. 100 ബണ്ണിന് 700 രൂപ അയച്ചു കൊടുത്തു. അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴ് ആ ചേട്ടൻ കൊണ്ടുവന്നിട്ട് ഇറക്കി. എന്നിട്ട് ഇത് ഇവർക്ക് ഹോൾസെയിൽ റേറ്റിനല്ലേ കൊടുത്തത്. അപ്പോഴും ചേച്ചി കൂടുതൽ അങ്ങോട്ട് അല്ല, ഈ 50 ദിവസം ഞാൻ ചോദിച്ചിട്ടാണ് ചുമ്മെങ്കിലും ചോദിക്കുമല്ലോ. ഞാൻ ചുമ്മാ ഒരു കളിക്ക് ചോദിച്ചു. ഞാൻ പറഞ്ഞു റേറ്റ് ഒന്നും കുറയ്ക്കുന്നില്ലേ, 100 ആയില്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് ചിലപ്പം 5 രൂപയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ 4.5 രൂപയ്ക്ക് കിട്ടും. 5 രൂപയ്ക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് 2.5 രൂപ ലാഭമായി ഒരെണ്ണത്തിന്. ഒരു 100 വിറ്റാ കുറച്ചുകൂടെ സോഫ്റ്റ് ബണ്ണ് വാങ്ങണം ഈ ഒരു സാധനം ചെയ്യണമെങ്കിൽ. 1-2 പേര് പറഞ്ഞായിരുന്നു ബണ്ണ് ഇത്തിരി കട്ടിയാണ്. ആൾക്കാർക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ട്. നമ്മൾ വിറ്റോണ്ടിരുന്നപ്പോ തന്നെ കുറെ ആൾക്കാർ വന്ന് ഫീഡ്ബാക്ക് പറഞ്ഞത്. അവര് ദേഷ്യത്തിന് പറഞ്ഞൊന്നും അല്ല, അവർ എന്നുള്ള രീതിയിലാണ് സ്നേഹത്തോടെ. നമ്മൾ അറിയാന്നുള്ള ആൾക്കാരൊന്നും അല്ല, അറിയാത്ത ആൾക്കാർ തന്നെയാണ്. ഒരു ചേട്ടൻ വന്നിട്ട് കാറിൽ വന്നിട്ട് ഒരു പാഴ്സൽ 3 വാങ്ങിയിട്ട് പോയി. 3 വാങ്ങി. അപ്പൊ 1 പുള്ളി കഴിച്ച്, 2 പുള്ളിയും വൈഫ് ആണെന്ന് കഴിച്ചിട്ട് 1 പാഴ്സലും കൊണ്ടുപോയി. അപ്പൊ പറഞ്ഞ് ബണ്ണ് വെച്ച് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും, ഈ കിൻഫ്രയർ അവിടെ നല്ല ബണ്ണ് കിട്ടും എന്നൊക്കെ പറഞ്ഞു തന്നു. അത് ജെനുവിനായിട്ട് അത് കാശൊക്കെ അയച്ചു തന്നതിന് ശേഷമാണ് പറഞ്ഞത്. കൊള്ളാം, ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ. നന്നായി നമ്മൾ രക്ഷപ്പെടണം. നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും അല്ല, പച്ച പിടിക്കണമെന്നുള്ള രീതിയിൽ. അതെ അതെ, അത് കേരളത്തിലെ നമുക്ക് പൊതുവെ ഒരു സപ്പോർട്ട് ഉണ്ട്. കാരണം നമ്മൾ വിചാരിക്കും അങ്ങനെയല്ല. നമ്മൾ ആദ്യം വിചാരിക്കുമ്പോൾ നമ്മൾ നന്ദുകൃഷ്ണന്റെ കടയിൽ എവിടെയാണ് ഇട്ടത്. അപ്പൊ അടുത്തൊരു ചായക്കട ഉണ്ട്. അപ്പോഴേ നല്ല കച്ചവടമുള്ള അപ്പോഴും നമ്മൾ വിചാരിച്ചു ഇനി ഇവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു വിഷമം ബുദ്ധിമുട്ടാവോ എന്നൊക്കെ. ബുദ്ധിമുട്ടാവോ, അവരെന്ത് വിചാരിക്കും, അങ്ങനെയൊന്നുമില്ല. അവര് ഭയങ്കര സപ്പോർട്ടീവ്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ബോധറേഷനേ ഇല്ല. എവിടെ വേണോ അവിടെ ചായ അപ്പുറത്ത് ചായ കട ഉണ്ട്, എന്നാലും ഫ്രണ്ടിൽ ഇട്ടോ ഒരു കുഴപ്പമില്ല. അവര് പക്ഷെ അത് എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. അത് എനിക്കോട് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് അവരൊരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തിട്ട് വേറെ ആരെയും അങ്ങോട്ട് അടുപ്പിക്കില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു റീൽ കണ്ടായിരുന്നു. അതില് വർക്കലയിൽ എന്തോ ആണ് ഒരു ബൺമസ്ക ഈ തുടങ്ങിയതിന്റെ പിറ്റേന്നെന്തോ ഈ ട്രെൻഡ് പിടിച്ച് ആരോ തുടങ്ങി. അപ്പോഴത്തേക്കും പാർക്കിങ്ങിന്റെ അവിടെ നിന്നപ്പോഴത്തേക്കും അവിടുത്തെ കച്ചവടക്കാരെ അവരെ ഓടിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചേട്ടന്റെയും കൂടെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം. എന്നാലും അവർക്ക് അങ്ങനെ ഒരു ഇല്ല, അവർക്ക് ഒരു ബോധറേഷനേ ഉണ്ടായിരുന്നില്ല. അവർ നമ്മളെ ഹെൽപ്പൊക്കെ ചെയ്തു. അതിന്റെ സ്റ്റോറി ഇനി വരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന സാധനങ്ങൾ
ഏറ്റവും മാക്സിമം റേറ്റ് കുറച്ച് ക്വാളിറ്റി സാധനം എടുക്കാൻ നോക്കുക. എടുക്കണം. എങ്കിലേ പിറ്റേന്ന് ആരെങ്കിലും വന്ന് കഴിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസം കഴിച്ചിട്ട് അവർ അതുവഴി അങ്ങ് പോകും, പിന്നെ വരൂല. ക്വാളിറ്റി സാധനം അത് നോക്കണം. അത് വേറെ കോംപ്രമൈസ് ചെയ്യരുത്. കൂടുതൽ റേറ്റ് വേണമെങ്കിൽ ഇട്ടോ, അല്ലേ? അതെ. ക്വാളിറ്റി സാധനം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു പ്രീമിയം റേറ്റ് ഇട്ടാലും പ്രശ്നമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം സബ്സ്റ്റാൻഡേർഡ് സാധനമൊക്കെ കൊടുത്ത് ആരെങ്കിലും പണി കിട്ടി കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ നിങ്ങൾ തൂങ്ങും. ഇതൊരു പ്രശ്നമാണ്. മൊത്തത്തിൽ ബൺമസ്കയ്ക്ക് തന്നെ ഒരു പേര് ദോഷമാവും. നമ്മുടെ ഷവർമ്മയ്ക്ക് ഉണ്ടായ ഒരു പേര് ദോഷം പോലെ, അല്ലേ? മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ഇതാണ്. നമ്മളിപ്പോ ഷവർമ്മ കഴിക്കാൻ വേണ്ടി പോകുമ്പോഴും ഒരു സാധാരണ ലോക്കൽ കടയിൽ പോകുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു പേടി ഉണ്ടാവും. അല്ല, ഇതിലൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ ഒരിടത്ത് ഇപ്പൊ ഈ അവരൊരിടത്ത് തുടങ്ങിയില്ലേ, അത് ചോട് പിടിച്ച് കുറെ ഇടത്ത് തുടങ്ങി. ഇപ്പൊ ആദ്യമായിട്ട് ഒരാൾ കഴിക്കാൻ പോവുകയാണെന്ന് വെച്ചോ, അവര് കഴിച്ച ഒരു സ്ഥലത്ത് ഈ ഫുഡ് കൊള്ളൂല. അപ്പൊ അവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഇത് അഴുക്ക സാധനം. അവര് പിന്നെ അത് ചിലപ്പോൾ ട്രൈ ചെയ്യേയില്ല. അവര് തന്നെ ഒരു 10 പേരുടെ നെഗറ്റീവ് പറയും. അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഇത് എല്ലാരെയും കിടിലം കൊടുക്കുന്ന ആൾക്കാരും കാണും, അവരെ ഇത് അഫക്ട് ചെയ്യും. നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഇപ്പം ഒരു കൂറപ്പടം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ലൊരു പടം കൊണ്ടിറക്കിയാലും മൊത്തത്തിൽ ആൾക്കാർ വരാൻ വേണ്ടി ഒരു ഇത് കുറയും. പക്ഷെ നല്ല പടം ആണ് ഇറക്കി ഭയങ്കര വിജയമായി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു മൊമെന്റ് കിട്ടും, ആൾക്കാർക്ക് വരാൻ തോന്നും. അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവും. അതെ. അപ്പം എനിക്ക് തോന്നുന്നു ഇതില് ഈ ഒരു ട്രെൻഡ് പിടിച്ച് കച്ചവടം ചെയ്യുന്ന ആൾക്കാരിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കുറച്ച് ദിവസം കൊണ്ട് കൂടുതൽ ലാഭം ഉണ്ടാക്കാനാണ് നോക്കണം. അവർക്ക് മുന്നേ മാക്സിമം പിഴിയാൻ നോക്കും. അതിൽ തന്നെ ചിലർ ചിലപ്പോൾ ജെന്യൂൻ ആയിട്ട് ലോങ് ടേമിൽ ബിസിനസ് ചെയ്യാനുള്ള ആൾക്കാരും കാണും. ലോങ് ടേമിൽ ബിസിനസ് ചെയ്യാനുള്ള ആൾക്കാർ മര്യാദയ്ക്ക് ചിലപ്പം നല്ല ക്വാളിറ്റിയിൽ നല്ല സാധനം കൊടുക്കും. ചിലപ്പോൾ ചെറിയൊരു പ്രീമിയവും ചിലപ്പോൾ അതിൽ ഈടാക്കുമായിരിക്കും. പക്ഷെ അവർ ചിലതിൽ ലാഭം കുറച്ചിട്ടായിരിക്കും ചെയ്യണത്. അവർ ലോങ് ടേമിൽ നോക്കും. പക്ഷേ ഇപ്പൊ തൊട്ടിപ്പുറത്ത് ഒരാൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ സാധനം ഈ സെയിം പ്രോഡക്റ്റ് മോശമാണെങ്കിൽ മൊത്തത്തിൽ അഫക്റ്റ് ആവും. അങ്ങനൊരു പ്രശ്നമല്ല. ഇതിനൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് മാത്രമല്ല, ഒരു പാഷനും കൂടെ വേണം, ഒരു ഇഷ്ടവും കൂടെ വേണം. ഇഷ്ടം ഉണ്ടെങ്കിൽ നല്ല രസമാണ്. സ്ട്രീറ്റിൽ ആ ഒരു ഇതിലിട്ട ആ ലൈറ്റും കാര്യങ്ങളും ആൾക്കാർ വരുമ്പോ ഒരു രസമാണ്, അത് ഒരു ഫീലാണ്. ഇപ്പൊ നമ്മള് ഇവിടെ വഴിയിൽ ഇങ്ങനെ ചായ കുടിക്കുമ്പോഴൊരു ഫീൽ കിട്ടാം. അങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞതെന്ന് തോന്നണം. അവിടെ ചില ചായക്കടകളിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് വീണ്ടും വീണ്ടും പോകാൻ തോന്നും. ചിലപ്പോൾ അവരുടെ ഇടപെടലായിരിക്കും, ചിലപ്പോൾ അവിടുത്തെ ആംബിയൻസ് ആയിരിക്കും. എന്നാൽ ചിലയിടത്ത് നല്ല ചായ എന്നാലും നമുക്ക് പോകാൻ തോന്നൂല. ചിലപ്പോൾ മുരട് സ്വഭാവമായിരിക്കും. നമ്മളേൽ അത് നോക്കണ്ട. കാര്യം നമ്മൾ കുറച്ചും കൂടി വീഡിയോക്കാണ് കോൺസെൻട്രേറ്റ്. അല്ല നമ്മൾ ബിസിനസ് എന്നുള്ളതിനെക്കാട്ടി വീഡിയോ നല്ല അല്ലെങ്കിൽ ആ ലൈവ് നന്നായിട്ട് പോകണം എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ നമ്മള് അന്ന് തന്നെ കുറെ പേര് പറഞ്ഞു നമ്മള് കമന്റിലാണ് വായിച്ചുകൊണ്ടിരിക്കണേ. സത്യം പറഞ്ഞാൽ നമ്മള് വീഡിയോ ആണ് കൂടുതൽ നോക്കിയത്. നമ്മളവിടെ ബിസിനസ് ചെയ്തോണ്ടിരുന്നെങ്കിൽ അവര് നമ്മളടുത്ത് പറയും കമന്റ് നോക്കാൻ പറയും. അപ്പൊ രണ്ടും വരാറുണ്ട്. അല്ല, നമ്മളതൊരു ബിസിനസ് ആയിട്ടുള്ള സാധനം അല്ലായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ച് ഫുള്ളി ബിസിനസ് ആയിട്ട് നോക്കാന്ന്. പക്ഷെ ഇത് സംഭവം നമ്മള് ഇത് ഇവിടെ നമ്മള് സ്റ്റോർ ഇടുന്നുണ്ടെന്ന് സ്റ്റോറി ഇട്ടപ്പോഴാണ് ഈ അതിൽ റിപ്ലൈ ലൈവ് ഇടുന്ന ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു. ഇത് ലൈവ് ഇടാനുള്ള ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു. ഇത് ഒരു വ്ളോഗിന് വേണ്ടി മാത്രം ചെയ്ത സാധനമായിരുന്നു. അവിടെ വെച്ച് അവിടെ ഇന്ന് എല്ലാം സെറ്റ് ആയപ്പോഴാണ് നമുക്ക് ലൈവ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ വന്നത്. ലൈവ് എന്തായാലും 2 മണിക്കൂർ 3 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നു. നമ്മുടെ വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് ഒരു 2-3 പേർക്ക് കട്ട് ചെയ്തിടും. ലൈവ് ആകുമ്പോ ആ വീഡിയോയും കഴിഞ്ഞ് ലൈവും പോകും. ലൈവാണ് എനിക്ക് തോന്നുന്നത് ആപ്റ്റായിട്ടുള്ള സാധനം. അല്ല, അന്ന് നമ്മൾ 4 പേരെ സത്യം പറഞ്ഞാൽ വരുള്ളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും നീയും ബിനുവും ഹാഷിമും അഖിലേഷിനും ഉറപ്പില്ലായിരുന്നു. പക്ഷെ സമയമായപ്പോ അവരെത്തി. അതിൽ അഖിലേഷാണ് എനിക്ക് ആ കെറ്റിലൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ. നിങ്ങളിപ്പം ഒരു 5-6 പേര് ചേർന്നൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ, സീരിയസ് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. നിങ്ങളൊരു സാധനം വാങ്ങാൻ പറഞ്ഞാൽ എന്ത് സാധനമാണെന്ന് കറക്റ്റ് ആയിട്ട് പറയണം. കാര്യം ഇവിടെ എന്നിട്ട് വിനുവിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞാൽ ചായ കെറ്റിൽ വാങ്ങാൻ പറഞ്ഞപ്പം അവിടെ വിളിച്ചിട്ട് അഖിലേഷിനെ വിളിച്ച് കെറ്റിൽ പറഞ്ഞു. എന്നിട്ട് നമ്മൾ കെറ്റിലെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ പറഞ്ഞു ഇനി മറ്റേ കെറ്റിൽ വാങ്ങിച്ചോണ്ട് വരുമോ, ഇത് വെള്ളം ഒഴിക്കുന്ന കെറ്റിലുണ്ടല്ലേ ചൂടാക്കണ ആ കെറ്റില്. അപ്പൊ അവൻ പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും വാങ്ങില്ല. എന്നിട്ട് അവൻ തിരിച്ചു വിളിച്ച്. അപ്പോഴാണ് അവൻ വിചാരിച്ചത് മറ്റേ കെറ്റിൽ അല്ലേ ആള്. തിരിച്ചു വിളിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് 2 കെറ്റിലുമായിട്ട് വന്നു. ഇത് ചായ ഫ്ലാസ്ക് എന്നായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മള് പൊതുവെ ഇവിടെ കാറ്ററിംഗിനൊക്കെ ആൾക്കാർ വരുമ്പോഴത്തേക്കും ചായ കെറ്റിൽ എന്നാണ് ഇതിനെയും പറയണത്. അതായത് ഈ ഫ്ലാസ്ക് പോലെ ചൂടാറാത്ത അത്. പക്ഷെ അവൻ വാങ്ങിച്ചോണ്ട് 5 ലിറ്റർ ആയിരുന്നു ആദ്യം. 5 ലിറ്റർ ആയിരുന്നു. അപ്പൊ അതും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്. നിങ്ങൾ പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയണം. നിങ്ങളുടെ റിക്വയർമെന്റ് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത്
നമ്മൾ പിന്നീട് 10 ലിറ്റർ വാങ്ങിച്ചു. പിന്നീട് അവ 5 ലിറ്റർ കൊണ്ടുവന്ന് നമ്മൾ പിന്നീട് 10 ലിറ്റർ കൊണ്ടുവന്നു, 10 ലിറ്റർ ആക്കി. 5 ലിറ്റർ വാങ്ങിച്ചുകൊണ്ട് തന്നെ ആ പാത്രം കഴുകാതെ അവർ തന്നു വിട്ടത്. തുറക്കണ്ടായിരുന്നു. അത് നമുക്ക് തുറക്കുമ്പോ ഇങ്ങനെ ഈ പാലൊക്കെ ഇങ്ങനെ അടഞ്ഞിരുന്നാലേ പാലിരുന്നിരുന്ന് അതിന്റെ ഒരു സ്മെല്ല് വരും. ഓ സൂപ്പർ. അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ രണ്ടാമത് 10 ലിറ്ററിന്റെ എടുത്ത്. കാര്യം 5 ലിറ്ററിൽ എന്തായാലും കൊള്ളൂല. 5 ലിറ്ററിൽ എനിക്ക് തോന്നുന്നു 150 ml വെച്ചാൽ ഒരു 30-35 ചായ കൊള്ളുള്ളൂ. പിന്നെ നമ്മൾ രണ്ടാമത് പോയി ഇതെടുത്ത് സാധനം എടുത്ത് പാലും എല്ലാം വാങ്ങിച്ചോണ്ട് വന്ന് നമ്മള് ഇവിടെ ചെയ്തു എന്ത് ചെയ്തു ചായ ഉണ്ടാക്കി. ചായ ഉണ്ടാക്കിയപ്പോഴാണ് അവിടെ അടിയുടെ ബഹളം. ഒരാള് പറയും 2 സ്പൂൺ തേയില, ഒരാള് പറയും 3 സ്പൂൺ തേയില. കണക്കറിഞ്ഞൂടാ. പിന്നെ നെറ്റിലൊക്കെ നോക്കി ഒരു കൈ കണക്കിലാക്കി ഇട്ടു. ഒരു 5-6 പേര് ചേർന്ന് കുക്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം അതാണ്. ഒരാൾ ഒരളവ് പറയുമ്പോ മറ്റേ ആൾ സമ്മതിക്കില്ല. ഇല്ല പോരാ, അടുത്ത് കൂടുതലിടണം. അങ്ങനെ ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംഘർഷമൊന്നുമില്ല, ചെറുതായിട്ട് ഒരു ചെറിയ ആശയ. ശ്രീകാന്ത് എപ്പ നിമിഷം വേണം പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഇല്ല ഞാൻ കൂളായിരുന്നു. അങ്ങനെ നമ്മള് ചായയൊക്കെ ചേർത്ത് ആദ്യം ചേർത്തപ്പോ എനിക്ക് തോന്നുന്നു കടുപ്പത്തിന്റെ ഒക്കെ പ്രശ്നം വന്നല്ലേ. ആദ്യം ഇത്തിരി കടുപ്പം കൂടിപ്പോയി. അതായത് ഈ ദമ്മിടുമ്പോഴത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറെ നേരം തേയിലയിടം തിളക്കായിരുന്നു. നമ്മൾ സാധാരണ വീട്ടിലിടുമ്പോൾ എന്ത് പറ്റും, ഒരു 5 മിനിറ്റ് തിളയ്ക്കുമ്പോഴത്തേക്കും തേയില എടുക്കും. പക്ഷെ ഇത് തേയിലടന്ന് ഊറി നല്ല കടുപ്പം വരും. പിന്നെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മള് സാധാരണ വീട്ടിൽ കൊടുക്കുന്ന ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 ml ഒക്കെ വരൂലേ. ഇത് 100-120 ml ഒരു ഗ്ലാസ്സിൽ വരുള്ളൂ. അപ്പോഴത്തേക്കും കടുപ്പം കൂടി കഴിഞ്ഞാൽ ചിലപ്പം രണ്ടാമത് കുറച്ചുകൂടി തേയില ഇട്ട്. കാര്യം പാല് കൂടുതലായിരുന്നു. പാല് 6 ലിറ്റർ ഉണ്ടായിരുന്നു, വെള്ളം നമ്മൾ 4 ലിറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ചായ മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നല്ല സൂപ്പർ ചായ ആയിരുന്നു. നമ്മള് തലേദിവസം കുടിച്ചേക്കാൾ എന്തുകൊണ്ടും നല്ല റിച്ച് ചായ, നല്ല രുചിയായിരുന്നു. ഇറാനി ചായ അടിപൊളി രുചിയായിരുന്നു. പിന്നെ ബൺ മസ്ക, അത് നമ്മൾ ആദ്യം തന്നെ ക്രീം സെറ്റായി ആ ബണ്ണ് ആദ്യം ഒന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. നമ്മുടെ തലേദിവസം കഴിച്ചേക്കാൾ ഒരു ഇരട്ടി രസം അല്ലേ. ആദ്യം ഒരു ബണ്ണ് ടേസ്റ്റ് ചെയ്ത് എലൈറ്റിന്റെ എന്തോ ആയിരുന്നു അത്. പക്ഷെ എന്തുകൊണ്ടാണ് അതിന് കുറച്ച് കട്ടിയായിരുന്നു. അതിനുശേഷം ഇത് കുറച്ചുകൂടി കട്ടി കുറവായിരുന്നു. പക്ഷെ ഇതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പാക്കറ്റിൽ വന്ന പലതിനും പല കൺസിസ്റ്റൻസി ആയിരുന്നു. ചിലത് അത്യാവശ്യം സോഫ്റ്റ് ആയിരുന്നു, ചപ്പി ഇരുന്നിട്ട് കുറച്ച് കട്ടി സാധനമായിരുന്നു. ചിലത് നല്ല പഞ്ഞിയായിരുന്നു. അങ്ങനെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം ക്വാളിറ്റി എല്ലാത്തിലും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി നോക്കണം. അത് അടുത്ത പാഠം. പിന്നെ നിങ്ങൾ തുടങ്ങണമെങ്കിൽ ട്രയൽ റൺ ഒക്കെ നിങ്ങൾക്ക് തന്നെ നോക്കാം. അത് കഴിഞ്ഞിട്ട് ചെയ്യാനാണ് നല്ലത്. ആൾക്കാരെ കൊണ്ട് ആദ്യമേ മോശം ഫീഡ്ബാക്ക് പറയിക്കണേക്കാളും നല്ലത് പരിചയമുള്ളവർക്ക് കൊടുത്തിട്ട് ടെസ്റ്റ് റൺ ചെയ്ത് അതിൽ ഇമ്പ്രൂവ് ചെയ്യുക സാധനങ്ങൾ. പണ്ട് നമ്മളെ കൃഷ്ണൻ കഫേ തുടങ്ങിയ സമയത്ത് നമ്മൾ 2-3 തവണ പോയിട്ടില്ലേ, അവന്റെ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് അവിടെ ഈ ബണ്ണിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് പിന്നീടാണ് ഒരു തവണ മാറ്റി, അതും ശരിയല്ല, പിന്നീട് മാറ്റി 2-3 തവണ മാറ്റിയിട്ടാണ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് വെച്ചത്, സെറ്റ് ആയത്. അപ്പൊ അതേപോലെയൊക്കെ ചെയ്യണം, അതേപോലെ ചെയ്യാം. അങ്ങനെ നമ്മള് ചായയും എല്ലാം സെറ്റ് ചെയ്ത് ചായ ഫ്ലാസ്കിൽ ഒഴിച്ച് എല്ലാം റെഡിയാക്കി പാക്ക്. നമ്മൾ ഒരു സ്റ്റോറി ഇട്ട് ഇന്ന് ഇവിടെയാണ് ഈ ലൊക്കേഷൻ കാര്യങ്ങള്, കൃഷ്ണന്റെ അവിടെയാണ് ലൊക്കേഷൻ, എല്ലാരും വരണമെന്ന് പറഞ്ഞ് സ്റ്റോറി ഇട്ടിട്ട് ഈ എല്ലാം തൂക്കിപ്പറക്കി താഴെ കൊണ്ടുവച്ച് കാറിൽ കൊണ്ടുവച്ചിട്ട് കാറിൽ ബാക്കിൽ കൊണ്ടുവച്ച് എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ബൈക്ക് ജംഗ്ഷനിൽ വെക്കാം, അവിടുന്ന് എന്റെ വീടിന്റെ അടുത്താണ്, അപ്പൊ അവിടുന്ന് കയറാന്ന് പറഞ്ഞ് പോയി. ചെന്നപ്പോഴത്തേക്ക് ഈ തെണ്ടി ഫ്രണ്ടിലോട്ട് മതി മറന്നു. അവൻ ഫസ്റ്റ് ബിസിനസ് കേട്ടപ്പോ പൈസ വരുന്ന പോയി. അവൻ നേരെ ഞാൻ അവിടെ ഇങ്ങനെ കിഴങ്ങ് പോലെ നിൽക്കുന്നത്, ഞാൻ മറന്നുപോയി, എന്നെ മറന്നു ബട്ടർ ബണ്ണിന്റെ ഇടയില്. എന്നിട്ട് യവൻ വന്ന് എന്നെ വിളിച്ചോണ്ട് വന്ന് എന്നിട്ട് നമ്മൾ അവിടെ എത്തി കാറൊന്ന് തുറന്നപ്പോ തന്നെ ചായയുടെ കാറ് തുറന്നപ്പോ, അതായത് എന്തു പറയാം, ഒരു ഏലക്കയുടെ ചായ പാലില്ലേ കാറ് ഒന്നും ഒതുക്കാൻ എന്ന് വെച്ചാൽ അടച്ചിട്ടിട്ട് നമുക്ക് വീണ്ടും കേറി ഒതുക്കാൻ വേണ്ടി കേറി. അപ്പോഴാണ് കേറിയപ്പോഴും ഒരു ചായയുടെ മണം കണ്ടോടോ. അത് നന്ദൂഷനെയൊക്കെ വിളിച്ച് വണ്ടിക്കകത്ത് അവിടെ നന്ദൂഷ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ നമ്മൾ കുറച്ച് സ്പൈസ് ഒക്കെ കഴിഞ്ഞാൽ ചായ അതിലിരുന്നിട്ടും അതിന്റെ ആ ഒരു ഇറാനി ചായയുടെ സ്മെല്ലുണ്ടല്ലോ, ഈ മൊഹബത്ത് കുമിഞ്ചാരൊക്കെ കത്തിക്കുമ്പോ ദൂരെയൊക്കെ ഒരു സ്മെല്ല് കിട്ടില്ല, അതുപോലെ
ഒരു സാധനം. അപ്പൊ നമ്മൾ പറഞ്ഞു സക്സസ്, മണത്തിൽ തന്നെ സക്സസ് ആയി. അപ്പോഴും തന്നെ 2-3 സബ്സ്ക്രൈബർ ഈ ലൈവും സ്റ്റോറിയൊക്കെ കണ്ടിട്ട് വന്ന് വെയിറ്റിംഗ് ആയിരുന്നു. അവർ കുറെ നേരം വെയിറ്റ് ചെയ്തു. അവർ ഏകദേശം സ്റ്റോറി ഉണ്ട്. അവരൊരു 10-15-20 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ഫ്രണ്ട് ഒരു ഓട്ടോ എന്തോ കിടക്കുമായിരുന്നു, ഒതുക്കാൻ പറ്റാതെ. പിന്നെ നമ്മൾ ഓട്ടോയൊക്കെ ഒരു ഓട്ടോക്കാരൻ ചേട്ടനെ കൊണ്ട് ന്യൂട്രലൊക്കെ ഇട്ടിച്ച് തള്ളി മാറ്റിച്ചിട്ട് നമ്മൾ കാർ കൊണ്ടുവന്നിട്ട് എല്ലാം സെറ്റ് ചെയ്തു. അതുവരെ അവർ വെയിറ്റ് ചെയ്തു. 2-3 പേരെന്തോ വന്നായിരുന്നു. ഇനിയാണ് ഇതിന്റെ ട്വിസ്റ്റ്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ബണ്ണൊക്കെ കൊണ്ടുവച്ച് ഇങ്ങനെ തുറന്ന് ചായ എടുത്തപ്പോ ഒരു വെയിറ്റ് കുറവ്. ചായക്ക് എന്തോ പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞ പോലെ ചായപാത്രം അങ്ങോട്ട് പൊക്കിയപ്പം ചായപാത്രം പൊക്കിയെടുത്തു. അപ്പോഴേ വിചാരിച്ചു ചായ കളഞ്ഞെന്നും പറഞ്ഞ് വെച്ച്. അപ്പോഴീ നമ്മുടെ ഒരു കാർബോർഡാണ്, കാർബോർഡിൽ ഇങ്ങനെ അത് ചായയുടെ ഒരു ഇതും കാണുന്നില്ല, നനവുണ്ട്, ചെറിയ നനവുണ്ട്. പിന്നെ ആ ഒരു വെയിറ്റിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, വെയിറ്റ് താങ്ങിയതിന്റെ അത് വളഞ്ഞുപോയി, അങ്ങനെ താഴോട്ട് പോയി. അപ്പോഴും ഞാൻ വിചാരിച്ചത് അത് ലീക്കായി പോയി, അതില് അബ്സോർവ് ചെയ്ത് എടുത്ത് അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചു. എന്നിട്ട് എടുത്ത് വന്നിട്ട് കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു, ശകലം ചായ ഉണ്ടായിരുന്നു അല്ലേ, ഒരു 5-10 ചായ ഉണ്ടായിരുന്നു, 5-6 ചായ ഉണ്ടായിരുന്നു. 100 ചായയിൽ 5-6 ചായ ഉണ്ടായിരുന്നു. 100 അല്ല, 100-100 ചായക്ക് മുകളിൽ അടിച്ചായിരുന്നു. എന്നിട്ട് അവിടെ വെച്ചു. എന്നിട്ട് നമ്മുടെ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു മുകളിൽ ഇത് കാർബോർഡ് ഇങ്ങനെ ഇറക്കി മാറ്റിയപ്പോ മറ്റേ ഇങ്ങനെ അടിയിൽ തളം തട്ടി നമ്മളൊരു തോടിലൊക്കെ ഇറങ്ങിയിട്ട് ചെളി വെള്ളമൊക്കെ കിടക്കൂലേ, അതേപോലെ ഇങ്ങനെ കിടക്കും പല റോയിലായിട്ട്. ഇങ്ങനെ അതിനകത്ത് ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ബാക്കി ടൂൾസ് എല്ലാം ഇങ്ങനെ മുങ്ങി കിടക്കണം. അതില് എന്ന് വെച്ചാൽ അതില് സ്റ്റെപ്പിനി ഇല്ല. ഇപ്പൊ സ്റ്റെപ്പിനി ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്. എന്നാൽ സ്റ്റെപ്പിനി ആണെങ്കിൽ ടയർ ഉണ്ടെങ്കിൽ ആ ഒരു സാധനം കവറായിരുന്നു. അപ്പോഴേ ടയർ വെക്കേണ്ട സാധനത്താണ് ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കണത്. അത് എന്തോ ഒരു ഭാഗ്യമാണ്. കാര്യം നിന്റെ വണ്ടിയെ ഞാൻ പിന്നീട് ആലോചിച്ചത്, എന്റെ വണ്ടിയാണെങ്കിൽ പെട്രോൾ ആണ്, അതിന് പുറകിൽ പ്രശ്നമില്ല. പക്ഷെ എവന്റെയിലാണെങ്കിൽ പുറകിൽ EV ആയതുകൊണ്ട് ബാറ്ററി ആണ്. അപ്പൊ ഈ വെള്ളം ഇത് ഇറങ്ങി കഴിഞ്ഞാൽ ഷോർട്ട് ആവും. ഷോർട്ടൊന്നും ആവൂല, ചിലപ്പോ ഷോർട്ട് ആവും. അതെല്ലാം ഇൻസുലേറ്റ് ചെയ്താണ് വരുന്നത്. ഈ ചായയും ചൂട് ചായയൊക്കെ അല്ലേ മോളിൽ നിന്ന് ഒലിച്ചു വരുമ്പോ പക്ഷേ പ്രശ്നമൊന്നും വന്നില്ല. പിന്നെ ഈ പഞ്ചർ കിറ്റ് ഉണ്ടല്ലോടാ, അത് നനഞ്ഞ് പഞ്ചർ കിറ്റ് മുങ്ങി ഇങ്ങനെ കിടക്കണം. ഞാൻ ഇന്നാണ് എടുത്ത് നോക്കിയത്. എനിക്ക് നോക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു മനസ്സിൽ. ഞാൻ ഇന്നെടുത്ത് നോക്കിയപ്പോ മറ്റേ പഞ്ചർ കിറ്റിന്റെ മറ്റേ ഈ നീഡിലില്ലേ, നീഡില് ഫുള്ളും മറ്റേ ചായ, സ്ക്രീനിൽ ഫുള്ള് ചായ കയറി അങ്ങനെ അതിരിക്കും. വല്ലാത്തൊരവസ്ഥയായിരുന്നു. യവ അതിൽ തന്നെ അണഞ്ഞു. പക്ഷെ നമ്മള് ലൈവ് തുടങ്ങിയ വേണം, ആൾക്കാർ വന്നിരിക്കാണ്. അപ്പൊ തന്നെ നമ്മൾ തുടങ്ങി. കാര്യം ആൾക്കാർ വിചാരിച്ചു ലൈവൊക്കെ ഇനി പോക്ക് നടക്കോ എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് അണഞ്ഞ് വ്ളോഗ് അവിടെ വെച്ചങ്ങ് എൻഡ് ചെയ്യാന്നുള്ള പ്ലാനിലൊക്കെ ആയി. പക്ഷെ നമ്മൾ അപ്പൊ തന്നെ ഓവർകം ചെയ്തു. നമ്മള് വേറെ പ്ലാൻ, ഇനി എന്ത് ചെയ്യും? ചായ പോയി. ആദ്യം തന്നെ നമ്മള് വണ്ടി ക്ലീൻ ആക്കാനാണ് നോക്കിയത്. വണ്ടിയിലുള്ള ചായ എല്ലാം നമ്മൾ മറ്റേ കപ്പൊക്കെ ഉപയോഗിച്ച് വണ്ടി മറ്റേ ഇതൊക്കെ എടുത്ത് എല്ലാം ഊരിയൊക്കെ എടുത്ത് പേപ്പർ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് കുറച്ച് അതില് വീണ ചായ എല്ലാം അവര് തുടച്ചെടുത്ത്. അല്ല, വണ്ടി അപ്പൊ തന്നെ നമ്മൾ സെക്യൂർ ആക്കി. എന്നിട്ട് നമ്മൾ അപ്പൊ തന്നെ അതിൽ കുറച്ച് ചായ ഉണ്ടായിരുന്നു, ഒരു 5-6 ചായ ബാക്കി ഉണ്ടായിരുന്നു. ആ ചായ നമ്മള് അവർക്ക് കൊടുത്ത് വന്നവർക്ക് കൊടുത്ത് നമ്മളൊരെണ്ണം കൊടുത്തിട്ട് നമ്മള് പിന്നെ ഒന്നേ സെറ്റ് ചെയ്യാന്നുള്ള പ്ലാനായി. എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യണം കൊടുത്ത് അതൊരു വീഡിയോ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആലോചിച്ച് ഇനി എന്താണ് നമ്മളെ പ്ലാൻ, മതിയാക്കണോ? കാര്യം നമ്മൾ ബിസിനസ്സിൽ അങ്ങനെ തിരിച്ചടികൾ നേരിടണം, എന്നാലും നമ്മൾ തളരില്ല. നമ്മൾ അപ്പൊ തന്നെ കണ്ടിജൻസി പ്ലാൻ ചെയ്തു. നമുക്ക് തൊട്ടപ്പുറത്തൊരു ചായക്കട. അപ്പൊ നമ്മൾ അതെ, നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്നുകിൽ ബിസിനസ് അവിടെ വെച്ച് നിർത്താം വീഡിയോ, എന്നിട്ട് ഇതൊരു ദുരന്തമായിട്ട് അവസാനിപ്പിക്കാം, ഇത്രയും ബണ്ണ് നമുക്ക് കൊണ്ടുപോവാം. രണ്ടാമത് ചായ ഡിലേ വരും. അപ്പൊ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. മൂന്നാമത് നമ്മൾ പറഞ്ഞ് അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു ചായക്കട ഉണ്ട്, അവിടെ പോയി ചായ വാങ്ങിക്കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാം, നമ്മൾ പറയണ ചായ ഇട്ട് തരും, എന്നിട്ട് കൊടുക്കാം. പിന്നെ 4മത് നമ്മൾ പറഞ്ഞു വേണ്ട, ബണ്ണ് മാത്രമായിട്ട് വിൽക്കാം, ചായ വേണ്ട. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് ബണ്ണ് മാത്രമായിട്ട് വിറ്റ് കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ ഫീല് കിട്ടൂല. ഇത് രണ്ടും കൂടെ മുക്കി കഴിക്കുമ്പോഴാണ് മുക്കി കഴിക്കുന്നതാണ് ബൺ മസ്ക്. അല്ലാതെ മാത്രമല്ല, അത് ബട്ടർ ബണ്ണ് കഴിക്കാൻ ഒരു രുചിയൊന്നും കിട്ടൂല, മുക്കി കഴിക്കുമ്പോൾ ഉള്ള ഒരു ഫീല് മാത്രമേ. അതെ, അങ്ങനെ അവസാനം നമ്മൾ ഏറെ ചർച്ചയ്ക്കൊടുവിൽ നമ്മൾ വിചാരിച്ച് അപ്പുറത്തെ ചായ
പക്ഷെ നല്ല ചായ ആയിരുന്നു കേട്ടോ, നല്ല ചായ. പിന്നെ നമ്മള് ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് അത് ആ ചേട്ടൻ തന്നെ ഇട്ടോണ്ട് വന്ന് നമുക്ക് ഒഴിച്ച് ഇങ്ങനെ വന്നിട്ട് ഒരു ഒരു ജഗ്ഗില് ജഗ്ഗില് വന്നിട്ട് ഇങ്ങനെ ഒഴിച്ചു. എന്നിട്ട് ഒരു 30 ചായയും കൂടെ നമ്മൾ വീണ്ടും വീണ്ടും അത് എക്സ്ട്രാ വന്നപ്പോ തന്നെ നമ്മൾ പറഞ്ഞു ഒരു 30 ചായ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ മൊത്തം 50 ചായ നമ്മളെടുത്ത്, എന്നിട്ട് നമ്മൾ അകത്ത് പോയി ഏലക്ക വാങ്ങിച്ചോണ്ട് കഴുകി ഏലക്കയും കൂടി ഇട്ട് അപ്പൊ ഒരു ഫ്ലേവർ കൂടി കിട്ടി. പക്ഷെ നമ്മൾ ഫസ്റ്റ് അടിച്ച ചായക്കടയിൽ ആ ചേട്ടൻ നല്ല ഹെൽപ്പ് ചെയ്തു, നമ്മുടെ ആ ഒരു വിഷമം മനസ്സിലാക്കി. നന്ദി മേഴ്സി, നന്ദി. പുള്ളി എനിക്ക് തോന്നുന്നു ആ കട ഒതുക്കാനുള്ള ഒരു സെറ്റപ്പിലൊക്കെ ആ ടൈമിൽ തന്നെ അവർ അടയ്ക്കണ സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത് ഇനി ലാസ്റ്റ് എത്ര ചായ വേണോ. നമ്മൾ ആദ്യം 20, 25, 30 അങ്ങനെ 30 കൂടി നമ്മൾ മൊത്തം 50 ചായ അവിടെ നിന്ന് വാങ്ങി. പിന്നെ നമ്മൾ ഏലക്കയൊക്കെ ഇട്ട് ഏലക്ക നമ്മൾ കഴുകിയൊക്കെ എടുത്ത് അതിലിട്ട് കുറച്ചൊന്ന് ഇറാനി ചായ ആയി. ഒരു മറ്റേ നമ്മള് വിനീത് ശ്രീനിവാസന്റെ സിനിമ പോലെ മലർവാടിയിൽ പപ്പടമൊക്കെ മുറിച്ചിട്ട് മറ്റേ ഒരുപാട് ആള് വന്നുകൊണ്ട് മറ്റേ സെറ്റപ്പ് ഉണ്ടല്ലോ, അതേപോലെ പപ്പടം മുറിക്കുക, മറ്റേ രസത്തിൽ വെള്ളം ഒഴിക്കുക, അതേപോലെ പെട്ടെന്നൊരു പൊടിക്കൈ ആള് കൂടുമ്പോ സാമ്പാറിലെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിക്കും തിക്നെസ് കൂട്ടാൻ വേണ്ടിട്ട്, എന്നിട്ട് വെള്ളം കൂട്ടും, അങ്ങനെയൊക്കെ ചെയ്യും ആൾക്കാർ. അങ്ങനെയൊക്കെ ചെയ്ത് ചായ നല്ല ചായ ആയിരുന്നു കേട്ടോ, അത് നല്ല ചായ ആയിരുന്നു. അത് നമ്മൾ ഹോൾസെയിലിൽ തന്നെ വാങ്ങിച്ചല്ലേ, 10 രൂപ വെച്ച് തന്നെ വാങ്ങിച്ചത്. എന്നിട്ട് പക്ഷെ നമ്മളുണ്ടാക്കിയ ചായ നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം നമ്മളുണ്ടാക്കിയത് നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് ആയിരുന്നു. അത് നമ്മൾ കുറെ നേരമായിട്ട് കുറുക്കി അതിൽ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് പിന്നെ അതിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് വീണ്ടും കുറുക്കി കുറുക്കി അങ്ങനെ നല്ല ചായ ആയിരുന്നു. സത്യം പറഞ്ഞു നമ്മളുണ്ടാക്കിയ നല്ല ചായ, നമ്മൾ കുടിച്ചു നോക്കിയപ്പോഴും നല്ലതാണ്. സാധാരണ ചായ ഒരു റിസ്കി സാധനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചായ രുചി വരണമെങ്കിൽ അതിനൊരു എക്സ്പീരിയൻസും അത് പാടാണ്, സാധനം പാടാണ്. നമ്മൾ ചില വീട്ടിലൊക്കെ പോകുമ്പോഴ് ഗസ്റ്റ് ആയിട്ടൊക്കെ പോകുമ്പോഴ് അവര് ചായ കൊണ്ടുവരുമല്ലോ, ചില ചായ നമുക്ക് ഒരു ശിക്ഷയും കൂടെയാണ്. മറ്റേ തേയില ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല, കാപ്പി ആണെങ്കിൽ കുഴപ്പമില്ല, ചായ കുടിക്കുമ്പോൾ ചില ചായ നമ്മള് വെക്കാനും പറ്റൂല, ഒരു ശിക്ഷയാണ്, അതൊരു ശിക്ഷ. എനിക്ക് അറിയാം, അത് ഇത്തിരി പാടാണ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് അറിയാന്നുള്ള ബന്ധുക്കളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുറ്റം പറയാം. പക്ഷെ ഇതല്ലാത്ത ആൾക്കാരുടെ അടുത്തൊക്കെ പോകുമ്പോഴേ അവര് നിറച്ച് വലിയ കപ്പിലൊക്കെ നിറച്ചുകൊണ്ട് കുടിക്കും, ഒരു സിപ്പ് എടുക്കുമ്പോഴാണ് പിന്നെ അത് ഫുള്ള് കുടിച്ചു കയറിക്കണം, അതൊരു ശിക്ഷയാണ്. എനിക്കൊണ്ട് ചിലർ ഇംഗ്ലീഷ് ടീ ഉണ്ടാക്കി തരും. ഇംഗ്ലീഷ് ടീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ടൻ ചായ കട്ടൻ ചായയുടെ മുകളിൽ ഒരു 2 സ്പൂണ് പാലൊക്കെ ഒഴിച്ച് തരും. എന്നിട്ട് പാല് ഒരു 2 സ്പൂണേ കാണുള്ളൂ, അങ്ങനെയാണ് ഇംഗ്ലീഷ് ടീ. അത് നമുക്ക് പറ്റൂല. നമ്മൾ അതിൽ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ എളുപ്പമാണ്. ചായ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം വെള്ളം കഴുകി ഇറക്കുമ്പോഴത്തേക്ക് ഒരു സാധനം കിട്ടൂല, ആ കളറിൽ കിട്ടും. അതൊന്നും കുടിക്കാനേ പറ്റൂല. അങ്ങനത്തെ ചായയൊക്കെ ചിലയിടത്ത് കിട്ടും. ചായ ഒരു സാധനമാണ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാടാണ്. അല്ല, ഈ ബൺമസ്കയിലും ചായ ഒരു മെയിൻ സാധനമാണ്, അതിൽ മുക്കുമ്പോഴേ അതിന്റെ ആ ഒരു ഫുൾ ഫ്ലേവർ. അല്ല, എനിക്കൊണ്ട് ഇതിലൊരു ഇൻട്രസ്റ്റ് വേണം ആക്ച്വലി. അതായത് പൈസ ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഈ ഫുഡ് ഉണ്ടാക്കുന്നത് ഫുഡ് ഇൻഡസ്ട്രി. അതായത് ഞാനിപ്പം ചില ചായക്കടയിലൊക്കെ ചായ കുടിക്കും. ഇപ്പൊ ചില അപ്പൂപ്പന്മാരല്ലെങ്കിൽ ഇത്തിരി പ്രായമുള്ള ഒരു 50, 60, ഒരു 60, 65 വയസ്സായ ആൾക്കാരൊക്കെ ചായ അടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ലതായിരിക്കും, എക്സ്പീരിയൻസ് അല്ലേ എന്ന് പറഞ്ഞു എക്സ്പീരിയൻസ് ഉള്ള ചായക്കടയല്ലേ പോവും. അവര് പട്ടി ചായ അടിച്ചു തരും. ഞാൻ ഒരു ദിവസം ഇങ്ങനെ മനസ്സിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇത്രയും നാളായിട്ട് ഇങ്ങനെ ചായ പഠിച്ചില്ല, എന്നിട്ടും എങ്ങനെ ഇത് തരാൻ പറ്റണം. അപ്പം ഇങ്ങനെയൊക്കെ അറിഞ്ഞൂടാത്തോണ്ടൊന്നും അല്ല, അത് അവര് വേണമെന്നും പറഞ്ഞ് അടിക്കണം, വേണമെന്നും പറഞ്ഞ് ആർക്കാനും വേണ്ടി ഓർക്കാനിക്കുന്ന ഒരു സെറ്റപ്പ് ഇഷ്ടത്തോടുകൂടി ചെയ്യണം, അടിച്ചങ്ങ് തരും. അത് ചിലതൊക്കെ വെള്ളം കുടിക്കുമ്പോൾ ഒരു ഇരിക്കും. അവര് പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സാധനം എന്തോ ഒരു പണി തീർക്കുക എന്നുള്ള ഒരു സാധനത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് സക്സസ് ആവില്ല. അത് ബിസിനസ് ആണെങ്കിലും അങ്ങനെ തന്നെ. നിങ്ങളൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലൊരു സാറ്റിസ്ഫൈങ് സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് ലോങ് ടേം ചായക്ക് ഈ ബിവറേജില് കേരളത്തിൽ ചായക്ക് മാർക്കറ്റ് ഉള്ള പോലെ വേറെ ഒന്നുമില്ല. കോഫിക്കും ഇത്ര മാർക്കറ്റ് ഇല്ല. എന്ന് വെച്ചാൽ ഒരു നല്ലൊരു ചായക്കട ഉണ്ട്, ഒരു നല്ലൊരു ഏരിയ ആണെങ്കിൽ ഹിറ്റാണ്. അങ്ങനെ ആയിരുന്നു നമ്മളുടെ ചായ എക്സ്പീരിയൻസ്. എന്നിട്ട് പിന്നെ എന്തായിരുന്നു നമ്മൾ തുടങ്ങിയപ്പോ തന്നെ കുറച്ച് ആൾക്കാർ വന്ന് ലൈവ് കണ്ട ആൾക്കാർ. ചായ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ലൈവ് തുടങ്ങി. ലൈവ് ഇട്ടപ്പോഴത്തേക്കും പിന്നെ കുറച്ച് ലൈവ് കണ്ടുവന്നു. ലൈവിലും കുറച്ച് പ്രശ്നങ്ങൾ പറ്റി. മൈക്ക് കണക്ട് അല്ല, അത് മൈക്ക് കണക്ട് ആയില്ല, അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അവിടെയൊന്നും. പക്ഷെ നെറ്റ്വർക്കിന്റെ പ്രശ്നം വരേണ്ട സാഹചര്യമേ ഇല്ല. കഴക്കൂട്ടം ജംഗ്ഷനിലായിരുന്നു.
എന്നിട്ട് പിന്നെ ഭയങ്കര ക്വാളിറ്റി ലോ ആയിരുന്നു. നമ്മളുടെ വീഡിയോ ക്വാളിറ്റി തന്നെ ഭയങ്കര ബ്ലർ ആയ. അത് ഈ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഐഫോൺ നെറ്റ്വർക്കിന് എന്തോ ഇഷ്യൂ ഉണ്ട്. എനിക്കിപ്പോ നെറ്റ്വർക്കിന് കിട്ടുന്നില്ല അധികം. നെറ്റ്വർക്ക് കുറച്ച് പിടിക്കുന്നത് കുറവാണ്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഒക്കെയാണ് കിട്ടുന്നത്. ഈ VI ആണെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല. എടാ ഞാൻ നോക്കിയില്ലേ, ഞാൻ ഇപ്പം എയർടെല് ജിയോ അതൊക്കെ എയർടെലും ജിയോ കൂടെ നോക്കി, അതിൽ ബെറ്റർ ജിയോ തന്നെയാണ് ഇപ്പൊ ഉള്ളതിൽ ബെറ്റർ സാധനം ജിയോ. ഞാൻ ജിയോ ഒന്ന് പോർട്ട് ചെയ്ത് എയർടെലോട്ട് ആക്കിയാലും വേണ്ട, ജിയോ ആണ് ഇപ്പൊ ഉള്ളതില് ഇത്തിരിയെങ്കിലും കൊള്ളാം. നമ്മള് ജിയോ നെറ്റ് ഓൺ ചെയ്യുമ്പോഴേ നെറ്റ് കിട്ടുമല്ലോ, ചിലതില് എയർടെലിൽ നെറ്റ് ഓൺ ചെയ്താലും അത് വരൂല. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ജിയോ തന്നെ ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നണം. ഇപ്പം നോർത്തിലോട്ടൊക്കെ പോകണമെങ്കിൽ ഇത്തിരി മറ്റേ മലമുകളിലോട്ടൊക്കെ പോകണമെങ്കിൽ ജിയോയുടെ കവറേജേ ഉള്ളൂ. പിന്നെ BSNL ഉണ്ട് മലമുകളിലൊക്കെ. മലമുകളിൽ BSNL കാട്ടി എനിക്ക് ജിയോ ആണ് കിട്ടിയത്. ഞാൻ ഹിമാചലിൽ പോയപ്പോ ജിയോ മാത്രമേ അവിടെ ഉള്ളായിരുന്നു. BSNL ഉണ്ടായിരുന്നു. BSNL ഉണ്ടായിരുന്നു. പോസ്റ്റ് പെയ്ഡ് ആണ് ഞാൻ കേട്ടിട്ടുള്ളത്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രീപെയ്ഡ് ആണ്. പോസ്റ്റ് പെയ്ഡ് BSNL പോസ്റ്റ് പെയ്ഡും കിട്ടും മലമുകളിൽ. അത് പോട്ടെ. എന്നിട്ട് നമ്മള് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷെ ആൾക്കാരല്ലാതെ വന്നു തുടങ്ങി. അതായത് കണ്ടിട്ട് ലൈവ് തുടങ്ങി. ലൈവ് തുടങ്ങിയപ്പോ അഖിലേഷിന്റെ ആ ഒരു അല്ലേ മാർക്കറ്റിംഗ് അതെടുത്ത് പറയേണ്ട സാധനം. അപ്പൊ ആൾക്കാരെയൊക്കെ വഴിയെ പോണ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുന്നത്, ചേട്ടാ ഒരു ബൺമസ് കഴിച്ചിട്ട് പോവാ. അത് ആദ്യം ബൺമസ്കാന്ന് വിളി, അപ്പോഴ് വിനു ഒന്ന് ക്രിഞ്ചായിട്ട് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ. അപ്പോഴ് ശ്രീകാന്ത് പറഞ്ഞു അവൻ വിളിക്കട്ടോ ഇത് അപ്പോഴും ബൺമസ്കാന്ന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അവിടെ ശ്രീകാന്ത് എടാ കുറച്ച് ചന്തയില് മീനൊക്കെ വിൽക്കുമ്പോ വിളിക്കൂല, അല്ലെങ്കിൽ പണ്ട് ടെമ്പോയും ടക്കറൊക്കെ വിളിക്കുമല്ലോ ശ്രീകാര്യം ഓടിക്കണ അതുപോലത്തെ വിളി. പക്ഷെ കുറച്ചുപേരെ അവൻ കൊണ്ടുവന്നു. പിന്നെ അവർക്കൊക്കെ ഈ വാക്കിൻ കസ്റ്റമർ ഉള്ളതുകൊണ്ട് നമ്മള് വന്ന് കഴിച്ച് നല്ല രീതിയിൽ പോയല്ലേ. കുറച്ച് ഒരുപാട് ഒരു പാഴ്സലും ചോദിച്ചു. പാഴ്സലിന്റെ ഒരു ചിന്തിച്ചതേ ഇല്ല, ബുദ്ധി നമുക്ക് ഇല്ലായിരുന്നു കേട്ടാ. ആ പാഴ്സല് കൊടുക്കണം, പൊതിഞ്ഞു കൊടുക്കണം, അതിനുവേണ്ടി പാക്കറ്റ് എടുക്കണം, ആ ഒരു ബുദ്ധി ഇല്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് കടയിൽ നിന്ന് സാധനം കിട്ടി, പാഴ്സൽ ചെയ്യുന്ന ഈ റാപ്പ് ചെയ്യണ കവറില്ലേ, ബർഗറും സാൻഡ്വിച്ച് ഒക്കെ പ്ലാസ്റ്റിക് റാപ്പർ കിട്ടി, അതിൽ കൊടുത്തു. എന്നാലും അതിനൊരു കുറ്റോ അങ്ങനെ ആരും ഒന്നും പറഞ്ഞില്ല. ഇല്ല സബ്സ്ക്രൈബർ അല്ലാത്തവരും നമ്മുടെ അടുത്ത് ഭയങ്കര നല്ല ചേച്ചിമാര് വന്നിട്ട് കൊറേ കാര്യം എന്തൊക്കെയോ ലൈവിനിടയിലുണ്ടായിരുന്നു. അവര് ഭയങ്കര സംസാരിച്ച് സപ്പോർട്ട് ചെയ്ത് ഇടയ്ക്ക് ടിപ്പും തന്നു, 10 രൂപ എക്സ്ട്രാ ടിപ്പും തന്നിട്ടാണ് പോയത്. ആദ്യമൊക്കെ ഇങ്ങനെ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അല്ലേ. ആദ്യം എനിക്ക് തോന്നുന്നു ഹാഷിമും നന്ദു വിയറുമാണ് QR കോഡ് ഇട്ടത്. അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ആര് പൈസ വാങ്ങണമെന്നൊക്കെ. അവിടെ കിടന്ന് അടിയായിരുന്നു. ഈ കസ്റ്റമർ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആര് വാങ്ങണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു QR കോഡ് നമ്മള് പ്രിന്റ് എടുത്ത് കൊണ്ടുവരാളായിരുന്നു. അതിനുള്ള ഒരു ബുദ്ധി ഇല്ലായിരുന്നു. മൊത്തത്തില് നമുക്ക് ഒരു ആലോചിക്കാനുള്ള ഒരു മൈൻഡ് ഇല്ലായിരുന്നു. കാരണം ഈ ചായര വലിയൊരു സാധനം തന്നെ ബാക്കിൽ വെക്കണ തന്നെ ഒരു മണ്ടത്തരമായിരുന്നു ഒറ്റയ്ക്ക്. അല്ലെങ്കിൽ ഫ്രണ്ടില് ഡോർ തുറന്ന് ഫ്രണ്ടിലാണ് സ്കൂട്ടറിൽ വെക്കണമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇരിക്കണ അടുത്ത് ഫ്രണ്ടിൽ വെക്കണമായിരുന്നു. ചായ പോയപ്പോഴേ കിളി പോയി. നമ്മള് വരുന്നത് വരട്ടെന്ന് വെച്ചിട്ട് അങ്ങ് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ ഇതിന് ലാഭം ഉണ്ടാവില്ല നമുക്ക് ആദ്യമേ അറിയാം. നമ്മളെ മെയിൻ ഫോക്കസ് വീഡിയോ എടുക്കുക. ഇത് വിറ്റ് പോയാൽ അത്യാവശ്യം പൈസ കിട്ടുമെന്ന് അറിയായിരുന്നു. ഒരു 1000 രൂപ ലാഭം കിട്ടിയല്ലോ, മേ ബി ഒരു 500 അല്ലെങ്കിൽ 1000. കാര്യം നമുക്ക് നല്ല പൈസയായി. എത്ര രൂപയായി നമുക്ക് നമുക്ക് കണക്ക് വരവ് ചെലവ് നോക്കട്ടെ. ഞാൻ ഒരെണ്ണം പറയാം. നമ്മള് 100 ബണ്ണ് വാങ്ങിച്ചത് 700 രൂപയായി, അതുണ്ട്. പിന്നെ നമ്മൾ ഏകദേശം 1.5 കിലോ ബട്ടർ മേടിച്ച് നമ്മൾ റിച്ച് ആക്കാന്ന് വിചാരിച്ചു. 1 കിലോ ഒക്കെ മതി, പക്ഷെ നമ്മള് 1.5 കിലോ അതിനൊക്കെ നല്ല പൈസ. എത്ര ആയടാ അതിന് ബട്ടറിന്? ബട്ടറും എല്ലാം കൂടെ നമ്മൾ മൊത്തത്തില് വാങ്ങിയത് 3400 രൂപ. ബട്ടർ മറ്റേ 4 മിൽക്ക് മെയ്ഡ്, 6 മുരളിയര പാല്, തേയില, പഞ്ചസാര. തേയില നമ്മള് താജ്മഹാളോ 3 റോസോ അങ്ങനെ പിന്നെ മറ്റേ ഇത് ലുലുല് 3400 രൂപയായി, ബണ്ണിന് 700 രൂപയായി, പിന്നെ ഒരു 150 രൂപ വേറെ എന്തോ കാര്യം വെള്ളവും കാര്യങ്ങളും. പിന്നെ ഈ ഫ്ലാസ്കിന് ഒരു 150 രൂപയായി, പിന്നെ ഒരു 450 രൂപ ഈ ഇതായി. എല്ലാം കൂടെ 4775 രൂപ. അങ്ങനെയാണെങ്കിൽ വിറ്റ് കഴിഞ്ഞാൽ 300 രൂപ 220 രൂപ ലാഭം കിട്ടും.
അത് വണ്ടിക്കൂലി സമയം അപ്പൊ നഷ്ടം. 50 രൂപയ്ക്ക് 100 ബണ്ണും 100 ചായയും വിറ്റാലും 5000 രൂപയ്ക്ക് 4775 രൂപ നമുക്ക് ഈ ഈ ബിസിനസിന്റെ. അപ്പൊ ബ്രേക്ക് ഈവൻ പോലും ഇല്ല. അത് നമുക്ക് ആദ്യമേ അറിയാമായിരുന്നു. പിന്നെ നമ്മള് ചായ വാങ്ങിയത് കൂട്ടിയില്ല. ചായ വാങ്ങിയത് 500 രൂപ. അപ്പൊ നഷ്ടം. അപ്പൊ മൊത്തത്തിൽ 5225 രൂപ. 225 രൂപ നഷ്ടം. വിറ്റിരുന്നെങ്കിൽ നഷ്ടം. കറക്റ്റ് ആയിട്ട് വിറ്റിരുന്നെങ്കിൽ നഷ്ടം. ഇത്രയായിരുന്നു. അല്ല, നമ്മള് രണ്ടാമത് ചായ വാങ്ങിച്ചിട്ട് ചായയുടെ വില കുറച്ച് 20 രൂപ എന്നുള്ള 10 രൂപ ആക്കി. 40 രൂപയ്ക്കാണ്. നമ്മള് രണ്ടാമത് 10 രൂപയ്ക്കാണ് കൊടുത്തത് ചായ. കാര്യം അപ്പുറത്ത് 10 രൂപയ്ക്കാണല്ലോ വാങ്ങിയത്. അതുകൊണ്ട് ആ പൈസക്ക് തന്നെ നമ്മള് ചായ കൊടുത്തു. ആദ്യത്തെ നമ്മളുടെ ചായ കൊടുത്തത് 20 രൂപയ്ക്കായിരുന്നു. നമ്മുടെ ചായ സാധാരണ മാർക്കറ്റിലുള്ള റേറ്റ് ആയിരുന്നു 50 രൂപ. ചായയും മറ്റേത് 30 രൂപ. അതെ, 40 രൂപ. 40, 30, 10, 40 രൂപ. നല്ല റേറ്റ് ആവും. നല്ല സംഭവം. ഈ ഹോട്ടലുകാരെ നമ്മള് കുറ്റം പറയണെങ്കിലും അത്യാവശ്യം നല്ല റേറ്റ് ആവും. ഈ മൃണാളിന്റെ ഇതിൽ തന്നെ ഒരുപാട് കമന്റ് ഒക്കെ ഇല്ലേ, പക്ഷെ നല്ല സാധനമാണ് ഉപയോഗിക്കണമെങ്കിൽ നല്ല പൈസ ആവും. പിന്നെ അത് അവിടെയാണെങ്കിൽ വാടകയും കൂടെ ഉണ്ട്. നമുക്കാണെങ്കിൽ വാടകയില്ല. ഇത് ഇങ്ങനെ കൊടുക്കണമെങ്കിൽ അല്ലേ, സ്റ്റാഫും ഉണ്ട്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നല്ല പൈസ ആവും. നല്ല ക്വാളിറ്റി സാധനം കൊടുക്കുകയാണെങ്കിൽ പൈസ ആവും. ഇങ്ങനെ മിക്കവാറും ചെയ്യാൻ ചാൻസ് ഇല്ല. ആൾക്കാർ ചെയ്താൽ കുത്തുകളെടുക്കും. നമുക്ക് പിന്നെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വീഡിയോ എടുത്ത് അതിൻ്റെ കൂടെ ഒരു ബോണസ് ലൈവും കിട്ടി. നമുക്ക് ലാഭമാണ്. പിന്നെ നമ്മള് ആദ്യത്തെ കുറച്ച് കഴിഞ്ഞപ്പോ ഇടയ്ക്കായപ്പോഴത്തേക്കും നമ്മൾ ഈ സൂപ്പർ ചാറ്റ് തുടങ്ങിയപ്പോഴത്തേക്കും ആൾക്കാർ ഇത് കാശ് വാങ്ങാത്ത ആയി തുടങ്ങി. നമ്മൾ ഇടയ്ക്ക് ആൾക്കാരുടെ ചോദിച്ചു വേണോ, ആൾക്കാർ പറഞ്ഞ് ഗീവ് അവേ കൊടുക്കും. പിന്നെ അവസാനമൊക്കെ ആയപ്പം ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പൈസ എത്രയെന്ന് ചോദിക്കുമ്പോ നമുക്ക് ഒരു മടിയായിരുന്നു പൈസ വാങ്ങാൻ. ഇടയ്ക്ക് വെച്ചിട്ടൊരു 3 പയ്യന്മാര് വന്നിട്ട് ചായയും ഇതും വാങ്ങി. എന്നിട്ട് അവൻ ഇങ്ങനെ ബ്രെഡ് എന്തോ കടിച്ചപ്പോ തന്നെ അവന്റെ മുഖത്തൊരു വ്യത്യാസം. എന്നിട്ട് അവൻ വന്നിട്ട് എത്ര ആയേട്ടാ വേണ്ട. അപ്പൊ അവൻ തിരിച്ചാ. എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം ഒരു 1000 രൂപയ്ക്ക് കച്ചവടം നടത്തിയോളൂ. 1000 രൂപയ്ക്ക് നടത്തിയാ എന്തോ നന്ദു വിയറാണ് വാങ്ങിച്ചത്. നന്ദു വിയറിന് 470 രൂപ വന്നു. പിന്നെ അത് കണക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഒരു 300 രൂപ മാക്സിമം ഒരു 1000 രൂപയ്ക്ക് കച്ചവടം ചെയ്തതാണ്. 1000 എത്തൂല, എനിക്കൊരു 10-700 രൂപ മാക്സിമം, അത്രേ ഉള്ളൂ. ബാക്കി 4225 രൂപ നഷ്ടം. അല്ല, 500 രൂപ ചായ 4700 രൂപ നഷ്ടം. നഷ്ടമൊന്നല്ല, നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്നുള്ളത്. നമുക്ക് കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ. ഈ സാധനം നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കൂല. ഇനി നമുക്കൊരു സാധനം ഒരു വെഞ്ചർ തുടങ്ങണമെന്ന് വെച്ചാൽ സീരിയസ്ലി ഒരു സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതാണ് നമ്മളെ ഒരു ഐസ് ബ്രേക്ക് ചെയ്ത് അല്ലേ. അതാ ഈ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് കച്ചവടം ചെയ്യാന്നൊക്കെ ഉള്ള ഒരു ചില്ലറ കാര്യം. അത് ഞാൻ പിന്നീട് അപ്പോഴും ഒരു ബുദ്ധി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആലോചിച്ചിട്ട് നമ്മളിത് ചെയ്തല്ലോ അല്ലേ, റോഡിന്റെ അവിടെ നിന്ന് നമ്മൾ ചെയ്തല്ലോ. അത് ആൾക്കാർക്കും ലൈവ് കണ്ടവർക്കും ചാറ്റ് കണ്ടപ്പോൾ ഇതെന്തോന്ന് എക്സ്ട്രോവേർട്ടായി നിങ്ങളും ചെയ്തു തുടങ്ങും. പക്ഷെ നമ്മളിൽ കുറെ ഫ്ലോസ് ഉണ്ട്. അതായത് നമ്മള് ഫുള്ളി ഇതില് കച്ചവടത്തിലൊന്നും അല്ല ഫോക്കസ് ചെയ്തത്. കാര്യം ആരെങ്കിലും 1-2 പേര് അവിടെ നിന്ന് ബാക്കിയുള്ളവര് ലൈവ് നോക്കാന്നുള്ള രീതി തന്നെ ആയിരുന്നു. ആദ്യം ഞാൻ ഉണ്ടായിക്കൊണ്ട സമയത്ത് ബിനുവും അല്ലാസൊക്കെ മാറി നോക്കുമായിരുന്നു. പിന്നെ ബിനു ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ മാറി ഇവനും നമ്മളൊക്കെ മാറി തന്നെ ചെയ്തത്. കാര്യം അല്ലെങ്കിൽ ലൈവ് ഭയങ്കര ഡ്രൈ ആയിപ്പോ. അത് ഒരു പോരായ്മയാണ്. പക്ഷെ പോരായ്മയാണ്. പിന്നെ ലൈവില് കണ്ടിട്ട് ഒരുപാട് പേര് വന്നു. നമ്മുടെ ആനന്ദ് വന്നിട്ട് ആനന്ദ് ലാൽ വന്നിട്ട് ആദ്യം വന്നിട്ട് ഒരു ബൺ മസ്ക് കഴിക്കാൻ വേണ്ടി കഴിച്ചു. എന്നിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ പോണില്ലെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവ ഇരുന്നത് നമ്മൾ ഏകദേശം 1:45-2 മണിയുടെ ഇരുന്ന്. അവന്റെ വീടൊന്നും ചെയ്യാൻ നെയ്യാറ്റിൻകര. അവര് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കരമന വന്നതാണ്. കരമന വെച്ചിട്ട് നമ്മളുടെ ലൈവിന്റെ പോസ്റ്റ് കണ്ടിട്ട് അവ ഇവിടെ വന്ന് നമ്മളുടെ ഇരുന്നിട്ട് അവൻ ഇത്രയും നേരം ഇരുന്ന് 2 കഴിച്ച് അവ അത്രയും നേരം ഇരുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് സെൽഫി എടുക്കണമായിരുന്നു. അത് കണ്ടപ്പോ എനിക്ക് എന്നോട് ഒരു വെറുപ്പ് തോന്നി. അത് നമുക്ക് ആദ്യമേ ചോദിക്കായിരുന്നു, ബ്രോ എന്തിനാ നമ്മളെ ഈ സാധനം ലൈവിനിടയിൽ ശല്യപ്പെടുത്തരുത്. അപ്പോഴും 2018 തൊട്ട് നമ്മൾ ഇത് കാണുകയാണ് പോഡ്കാസ്റ്റ്. അപ്പോഴും മനസ്സിലായി ഇത്രയും നേരം ഇരിക്കണമെങ്കിൽ അന്ന് കണ്ടാലേ ഇരിക്കാൻ പറ്റുള്ളൂ. എന്നാലും അന്ന് കണ്ടാലും ഇങ്ങനെ ഇരിക്കണോ? ഇത്രയും സമയം എനിക്ക് തോന്നുന്നു ഒരു 12:45 വരെ എന്തോ അവിടെ ഇരുന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചത് എന്ത് അതാ പുള്ളിക്ക് ആ ഒരു
ഒരു ഇതുണ്ട്, നമ്മുടെ അടുത്തൊരു സ്നേഹമുണ്ട്, അതാണ് അങ്ങനെ താങ്ക് യു ഇത്രയും ദൂരം എന്നിട്ട് അവൻ രാത്രി പിന്നെ അങ്ങ് വരെ പോണം, നെയ്യാറ്റിൻകര വരെ 10-30 കിലോമീറ്റർ എങ്കിലും വണ്ടി ഓടിച്ചു പോയി. പിന്നെ വ്ളോഗേഴ്സ് സിസ്റ്റേഴ്സ് വന്നു. അവര് വൺമസ്ക് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഇന്ന് കണ്ടായിരുന്നു. അത് ഞാൻ വീട്ടില് പിറ്റേ ദിവസം രാത്രിയായി വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഇറങ്ങി അമ്മ പെമ്പിള്ളേർക്ക് വന്നോ? അത് അതിനെ കുറിച്ച് പറയണം. വ്ളോഗേഴ്സ് സിസ്റ്റേഴ്സ് വന്നപ്പോഴത്തേക്ക് അഖിൽദാസ് ഉടനെ ശങ്കരാടിയെ പോലെ മറ്റേ ഇതൊക്കെ ബെൽറ്റൊക്കെ ഇട്ട് അതിന് ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ് തുടങ്ങി. തുമ്പി തെറിച്ച് തുമ്പി തെറിച്ച് പയ്യെ എത്തിയിട്ട് ഞാൻ സാധനം ഇത് റെഡിയായി, എല്ലാം റെഡിയായി. അപ്പൊ തന്നെ അവരും വന്ന് ഇത് തുറന്നപ്പോഴും ഒരു ഈച്ച എന്റെ ഒരു ഇത് നോക്കിയാണ്, ഒരു ഈച്ച ഈച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബട്ടറിന്റെ അകത്ത് മിക്സ് ആയല്ല, ഈച്ച ഇങ്ങനെ ലാൻഡ് ചെയ്ത് മുകളിലൊന്ന് ഇരിക്കുന്നു, അതിന്റെ കാല് അതിന് ഒട്ടിപ്പോയി. അതിങ്ങനെ തുറന്നപ്പോ തന്നെ ഈച്ച. അവർക്ക് നല്ലൊരു സാധനം കൊടുക്കാന്ന് ഇങ്ങനെ ഇത് തേച്ച് കൊടുക്കാന്ന് വിചാരിച്ചിരുന്നപ്പോ ഒരു ഈച്ച. ഇത് ലൈവ് ആണ്, ഇത് എന്തെന്ന് ചെയ്യുന്ന എനിക്ക് ഒരു പിടിയില്ല. പിന്നെ അവരും ഇങ്ങനെ നോക്കണം, അവർക്കും വേണ്ടെന്ന് പറയാൻ ഒരു അവർക്ക് അവർ രണ്ടുപേരും ആരതി എന്നാണ്, രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണ്. രണ്ടുപേരും പേര് സിസ്റ്റേഴ്സിന് അങ്ങനെ ആരെന്ന് പേരിട്ട് ഞാൻ അത് പിന്നെ ആലോചിച്ചു. എന്റെ വീട്ടിലിപ്പോ എനിക്കും അമ്പുവിനും അമ്പൂന്ന് പേരിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ചിലപ്പോ കസിൻ ആയിരിക്കും, ചാനലിന്റെ പേരായിരിക്കും വ്ളോഗിംഗ് സിസ്റ്റർ. ഇനി ഇതാണെങ്കിലോ ഇനി ചിലപ്പോ സിസ്റ്റേഴ്സ് ആണെങ്കിൽ സിസ്റ്റർ ഇൻ ലോ ആണെങ്കിലോ എനിക്കറിയില്ല. സിസ്റ്റേഴ്സാ, കൺഫ്യൂഷൻ ഉണ്ട്, അവര് പിളർത്തുന്നില്ല, സിസ്റ്റേഴ്സ് ആണ്. കാരണം അതിന് കൺഫ്യൂഷൻ ഉണ്ട്. അതെ അതെ, അവർക്കൊരു വ്ളോഗിംഗ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, നല്ല വ്യൂസും നല്ല ഷോർട്സും കാര്യങ്ങളൊക്കെ ഉള്ള. എല്ലാവരും ഒന്ന് പോയി നോക്ക്. ഞാൻ നോക്കി അപ്പോഴേ അവരിങ്ങനെ നിന്നിട്ട് ഈ ഇച്ചേക്കുമ്പോ അവർക്ക് വേണ്ടെന്ന് പറയാനും വയ്യ. അതല്ല, ഈച്ച എടുത്തു വെച്ചാൽ അങ്ങനെയല്ല, ഈച്ച ലാൻഡ് ചെയ്ത സ്ഥലത്ത് നിന്ന് ആ പോർഷൻ ഫുള്ളായിട്ട് എടുത്ത് നിങ്ങൾ ഡിസ്കസ്റ്റിംഗ് ഒന്നും അല്ല, കാണിച്ചിട്ടുണ്ട്. അപ്പോഴ് അത് ഇങ്ങനെ തേച്ച് എല്ലാം എടുത്ത് തേച്ചില്ല. തേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യെ കിടന്ന് വിറയ്ക്കണം, ഇങ്ങനെ ബണ്ണ് ഇങ്ങനെ ആവണ്, കൈ ഇങ്ങനെ ബട്ടറൊക്കെ തെറിക്കണം. അത് ഞാൻ നിക്കാന്ന് ഇവര് പോയപ്പോഴും ഞാൻ നിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവര് പോയപ്പോഴല്ല ഇവൻ നിക്കാന്നല്ലാതെ അല്ലാതെ പറഞ്ഞ് ഇവരിങ്ങനെ മാറിയപ്പോഴും ഞാൻ നിക്കാന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അപ്പോഴ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ഗേൾസ് വരുമെന്ന്. ഞാൻ ബോയ്സ് വരുമെന്നാണ് വിചാരിച്ചത്. ഈ രണ്ട് പെൺകുട്ടികൾ വന്നപ്പോ കയ്യിന്ന് പോയി. അവര് റീലൊക്കെ എടുത്തിട്ടുണ്ട്, കയ്യിന്ന് പോയി. അപ്പോഴാണ് എനിക്ക് ഒരുമാതിരി ഒരു നാണം പോലെ വന്നു. ഗ്ലൗസ് ഊരിയിട്ട് ഞാൻ നിർത്തിയത്. പക്ഷെ അവരും നിയമത്തുള്ളവരാണ് അല്ലേ? നിയമമില്ലേ? നിയമമാണ് അറിഞ്ഞൂടാ. അല്ല, അതുപോലത്തെ ഒരു സാധനം നമുക്ക് അങ്ങോട്ട് പോയപ്പോഴുണ്ടായിരുന്നു. ലുലുവിൽ പോവാൻ വേണ്ടി നമ്മള് കഴക്കൂട്ടത്ത് നിന്നപ്പോഴത്തേക്ക് അതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നീ ഇല്ല, നമ്മള് ലുലുന്ന് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴ് സൈഡില് ഒരാള് ഫേസ്ത്രീയുടെ ഫ്രണ്ടിൽ ഒരാൾ ഇങ്ങനെ നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ മെയിൻ റോഡിലോട്ട് കയറാൻ വേണ്ടി സൈഡ് റോഡ് ഇങ്ങനെ കയറിയപ്പോ ഒരാൾ ഇങ്ങനെ ഹായ് എന്ന് കൈ കാണിച്ച്. അപ്പം നമ്മളിങ്ങനെ നിർത്തിയപ്പോഴത്തേക്കും പറഞ്ഞ് നമ്മളുടെ പരിപാടി കാണുന്നതാണെന്ന്. ഫെബി അല്ലേ? ഫെബി കാണണമെന്ന് പറഞ്ഞിട്ട് എനിക്കറിയാം. ഫെബി പണ്ട് എന്തോ എന്റെ വീടിന്റെ അതിലെ കൂടെ ഞാൻ ഇങ്ങനെ രാവിലെ കയ്യിലേക്ക് കൊടുത്ത് ഇങ്ങനെ ഒരു ബൈക്കിൽ ഇങ്ങനെ ബൈക്ക് എന്തോ വഴിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരാൾ ഇങ്ങനെ കൈ കാണിക്കും, അപ്പുറത്തെ വീട്ടിലെ താമസക്കാരായിരിക്കും. പക്ഷെ അപ്പുറത്തെ വീട്ടിലൊരു തന്നെ മൈൻഡ് ചെയ്യാറില്ലല്ലോ, കൈ കാണിച്ചു. അപ്പോഴാണ് ഒരാൾ മെസ്സേജ് അയച്ച് ഞാൻ നിങ്ങളുടെ പരിപാടി കാണുന്നതാണ് എന്നൊക്കെ പറഞ്ഞു പോയി. എന്നിട്ട് പുള്ളിക്കാരി തന്നെയായിരുന്നു. പുള്ളിക്കാരി ഇങ്ങനെ വന്നിട്ട് നമ്മൾ ചോദിച്ചു എവിടെ പോണെന്ന് ചോദിച്ചപ്പോ ലുലുല്. അപ്പൊ നമ്മള് ലുലു നമുക്ക് ഒത്തു പോവാന്ന് പറഞ്ഞ് നമ്മള് വണ്ടിയിൽ കയറ്റി നമ്മള് ലുലുല് പോയി. പുള്ളിക്കാരിക്ക് സിനിമ കാണാൻ പോയി. അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ്. നമ്മള് സബ്സ്ക്രൈബേഴ്സുമായിട്ടൊരു ഒരു അല്ലേ കുറെ ഈ ഇടയ്ക്ക് കുറച്ച് കൂടുതൽ എൻകൗണ്ടേഴ്സും കുറെ താറ്റിയല്ലേ നമ്മളെ വണ്ടി ഇരുന്ന് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് പറഞ്ഞു ഇവിടെ ഇറക്കിയാലോ എന്തോ പറഞ്ഞപ്പോ ഒരു പുച്ഛം പോലെ ഉണ്ടായിരുന്നു. നമ്മൾ ഇറക്കി വിടാന്ന് വിചാരിച്ചതായിരുന്നു. കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. എന്റെയും താറ്റിയായിരുന്നു എന്തൊക്കെയാ എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ കൊറേ പേര് വീഡിയോ ഉണ്ട് വന്ന കൊറേ പേരുണ്ടായിരുന്നു. വീഡിയോ കണ്ട് ഒരു ഹേമന്ത് വന്നായിരുന്നു ജിമ്മ്.
തുടക്കത്തിലേ വന്നത്. ഞാൻ വിചാരിച്ചു VS അടിച്ചപ്പോ ഭയങ്കര ജിം. ഞാൻ ഇങ്ങനെ തോളിൽ ഇങ്ങനെ തട്ടിയപ്പോ മറ്റേ ട്രൈസെപ്സ് ഇങ്ങനെ എന്റെ കയ്യില് വേറൊരു പയ്യൻ വന്ന്, ഒരു പയ്യനും അവന്റെ 3 കൂട്ടുകാരും വന്നു പാലക്കാടുള്ള. പാലക്കാട്. അതാണെങ്കിൽ വൻ കോമഡി. അവന്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ പട്ടിത്താറ്റ്, അവന്റെ കൂട്ടുകാരൊക്കെ നമ്മൾ അറിഞ്ഞിടുന്നുള്ള അറിയാം. അപ്പം ഈ നമ്മൾ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും വേറെ ആരെങ്കിലും ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങനെ ക്രിഞ്ച് ആക്കൂല അവരാ. ആ ഒരു സാധനം ഉണ്ടായിരുന്നു. അവന്മാര് 3 കൂടി അവനെ പട്ടിത്താറ്റ്. ഇവൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് അവനെ പട്ടിത്താറ്റ് അവര് പോകുന്നത്. അവര് വീഡിയോയിൽ വരില്ലെന്ന് പറഞ്ഞു അവര് പോകുന്നത്. അത് രസമായിരുന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് മൊത്തത്തിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് കുറെ ഒക്കെ അവസാനമായപ്പോഴത്തേക്കും വെറുതെ ഗീവ് അവേ ലാസ്റ്റ് ഒക്കെ ആയപ്പോ നമ്മള് ഗിവ് എടുത്ത്. പിന്നെ നന്ദുകൃഷ്ണൻ ചേട്ടൻ കുറെ പേരെ അവിടെയുള്ള കുറെ പേരെ വിളിച്ച് സെറ്റ് ആക്കി. നന്ദുകൃഷ്ണന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ 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 കഴിക്കാം പരിചയം എന്ന് വെച്ചാൽ ആ ഏരിയയിലുള്ള കുറെ പേരെ പരിചയമുണ്ട്. അപ്പൊ അതുവഴി പോകുമ്പോ വാ വന്ന് കഴിയുന്ന പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത് കഴിപ്പിക്കും. നന്ദുകൃഷ്ണന്റെ ഒരു ഇൻഫ്ലുവൻസ് കഴക്കൂട്ടത്ത് ഓറല്ലേ പ്ലസ് 10,000 ഓറ കത്തിയിരിക്കുന്നു. വാ 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 കഴിക്കും. അങ്ങനെ ഒരുപാട് ബണ്ണ് അങ്ങനെ പോയി. നമുക്ക് ബണ്ണ് 4 5 ബാക്കി വന്നോളൂ. 5 കവറേ ബാക്കിയുണ്ട്. 5 കവറാകുമ്പോ 20 ഒക്കെ ബാക്കി വന്നോളൂ. ബാക്കിയെല്ലാം പോയി. നമ്മള് കാശ് വാങ്ങിച്ചില്ലെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയി തീർന്നു, സാധനം തീർന്നു. അല്ല നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു 2 മണിക്കൂർ നേരത്തെ ഇട്ടിരുന്നെങ്കിൽ ഇതൊക്കെ ഫുള്ള് വൈകുന്നേരം ഇട്ടിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10 മണിയൊക്കെ ലാഭം കിട്ടിയാണ്. എല്ലാം വിറ്റ് നമുക്ക് വേണമെങ്കിൽ ഈ ക്രീം വെച്ചിട്ട് നമുക്ക് ബണ്ണും വേറെ ഇറക്കായിരുന്നു. ഇറക്കിയിട്ട് അതും വിൽക്കായിരുന്നു. നല്ല സംഭവം എന്ന് പറഞ്ഞാൽ നല്ലൊരു വരുമാനം. ഇതിന് ഇത് വിൽക്കാൻ പറ്റിയ ടൈമാണ്. ഇനി എനിക്ക് തോന്നുന്നില്ല പറ്റിയ ടൈമാണെന്ന്. കാര്യം ഇപ്പൊ തന്നെ സാച്ചുറേറ്റഡ് ആയി, ഒരുപാട് ആൾക്കാർ തുടങ്ങി തന്നെ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ലാതെ വേറെയും ഒരു ഇതേപോലെ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യുക. ഇങ്ങനെ ലാഭം നഷ്ടമൊന്നും പറഞ്ഞു. കാര്യം എന്റെ തന്നെ 10-100 ഐഡിയാസ് കെട്ടിക്കിടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഇറങ്ങുക. അതെ, ഇറങ്ങി. പിന്നെ മറ്റേ പ്രോക്സിമിറ്റി അത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം തുടങ്ങണ നമ്മുടെ നന്ദുകൃഷ്ണന്റെ അവിടെയാണ് തുടങ്ങിയത്. ഈ കാര്യവട്ടത്താണെങ്കിൽ കുറച്ചും കൂടെ ആള് വന്നേനെ. വാക്കിംഗ് കസ്റ്റമേഴ്സ് കുറച്ചുകൂടെ. ഈ പ്രോക്സിമിറ്റി സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കടകൾ അടുപ്പിച്ചടുപ്പിച്ചിടും. അപ്പം അവര് വന്ന കോമ്പറ്റീഷൻ നമുക്ക് അവർക്കൊരു കോമ്പറ്റീഷൻ കൊടുക്കും എല്ലാവർക്കും. പക്ഷെ എല്ലാവർക്കും മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിരിക്കും. അതായത് തട്ടുകടകൾ കുറെ ഇടത്ത് നിരത്തിയിടൂലേ, അപ്പൊ എല്ലായിടത്തും ആള് കാണും. കാര്യം ഈ ആൾക്കാരെല്ലാം അവിടെ തന്നെ വന്ന് നമ്മൾ വിചാരിക്കും ഇത് ഇടാത്ത വേറൊരു ഉഗാണ്ടയിൽ പോയിട്ടാ നല്ല ആളായിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ അടുത്ത ആ ഒരു പ്രോസ്പെക്റ്റി ഇതിൽ തന്നെ ഇടണം. പിന്നെ നമ്മളെ ഇത് കോളേജ് അങ്ങനത്തെ ഏരിയ ആണെങ്കിൽ പിന്നെയും കുറച്ച് കോളേജോ ഓഫീസോ അങ്ങനെ എന്തെങ്കിലും ആൾക്കാർ കൂടുന്ന സ്ഥലമാണെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആണ്. നല്ല സ്ഥലം. എനിക്ക് 4-5 നല്ലൊരു സ്ഥലമാണ്. പിന്നെ 4-5 പോവാൻ പറ്റൂല. തട്ടുകടയെ പറ്റി നമ്മൾ ആഞ്ഞടിച്ചോണ്ട് അങ്ങോട്ട് പോയില്ല. അവര് ചിലപ്പോ ആഞ്ഞടിക്കും. അല്ല, നമുക്ക് ആ പരിചയമുള്ള ഒരു സ്ഥലം കിട്ടിയത് കൊണ്ടാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് നിന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് അഴുകിയല്ല, ചിലപ്പോ നേരത്തെ പൂട്ടി കെട്ടിയായിരുന്നു. അല്ല, പരിചയമുള്ളതുകൊണ്ട് കൂടെ തന്നെ. പിന്നെ അവിടെ ലൈറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു, വെട്ടം ഉണ്ടായിരുന്നു, എല്ലാം. ബോർഡ് വേണമെന്ന് പറഞ്ഞപ്പോ അകത്ത് പോയി ബോർഡ് എടുത്തോണ്ട് വന്ന് എന്തെല്ലാം കാര്യങ്ങൾ, കവറ് അകത്തുനിന്ന് കവർ എടുത്തോണ്ട് വന്ന്, പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നിന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പൊ ഒരു കോൺഫിഡൻസ് ആയി. കാരണം ട്രൈ ചെയ്ത് നോക്കാനും ഒരു നല്ലൊരു ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വീഡിയോ കൂടെ കൊളാബറേറ്റ് ചെയ്യണമെങ്കിൽ വീഡിയോ കൂടെ ചേർക്കണം. അല്ല, ഒരു സാധനമൊക്കെ സത്യം പറഞ്ഞാൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ പണ്ടും പറയുമായിരുന്നു, എനിക്കൊന്നും ഞാൻ ഇന്റർനെക്സ് പോഡ്കാസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഒരു 100 സാധനം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ആർക്കും. അതുവരെ ചെയ്യണം. നമ്മൾ ഈ ഇപ്പോഴൊക്കെ ചെയ്ത് ഫെയിൽ ആയാലും പ്രശ്നമില്ലെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കും എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ലീനായിട്ട് ചെയ്യുക. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ചെയ്തു തുടങ്ങി പതിയെ അതിൽ കുറേ ഫ്ലോസ് ഉണ്ടാകും, അത് റെക്ടിഫൈ ചെയ്ത് ചെയ്യുക. അല്ലാതെ ഫുൾ പൈസ എടുത്ത് ആദ്യമേ ഒരു വലിയ സാധനമൊന്നും ചെയ്യണ്ട, ചെറുതായിട്ട് ചെയ്തു തുടങ്ങിയാൽ മതി, പഠിച്ചിട്ട് ചെയ്യുക. അതാണ് നമുക്ക് ഇനി ഒരു പണ്ട് ചെയ്ത പോലത്തെ തട്ടുകട ചെയ്യാം. തട്ടുകട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കാനല്ല, നമുക്ക് ചെയ്തിട്ട് കടയായിട്ട് ചെയ്തിട്ട് നമുക്ക് സബ്സ്ക്രൈബറിനെ മാത്രം വിളിക്കാം. സബ്സ്ക്രൈബേഴ്സ് മാത്രം വിളിക്കാം, അല്ലാത്ത ആൾക്കാരൊന്നും അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് നമുക്ക് എവിടെ അല്ല, നമ്മള് സബ്സ്ക്രൈബേഴ്സിനെ മാത്രം വിളിക്കുമ്പോ അവര് മറ്റേ കംപ്ലൈന്റ് ഒന്നും ചെയ്യില്ലല്ലോ. അല്ല, മീറ്റപ്പ് പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇടാം. അപ്പൊ അത് വെറൈറ്റി ആയിരിക്കും. അല്ല, ഞാൻ പറഞ്ഞ റോഡ് സൈഡിൽ തന്നെ ഇടാനാണ് ബെറ്റർ. സബ്സ്ക്രൈബേഴ്സ് മാത്രമാണെങ്കിൽ ഒരു സ്പേസ് എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്.
എന്തായാലും നോക്കാം. ഓക്കെ, അത് ചെയ്യാം. അതും ബിസിനസ് അല്ല, ഇതുപോലൊരു കണ്ടന്റ് ഐഡിയ നമ്മൾ പങ്കുവയ്ക്കുന്നു. അല്ല, നമ്മളിനി മീറ്റപ്പ് തിരുവനന്തപുരത്ത് ഒരുപാട് പേർക്ക് മീറ്റപ്പ് വേണമെന്ന് പറയണം. മീറ്റപ്പ് വയ്ക്കുമ്പോൾ നമ്മളെ ഫുഡ് കൂടെ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ അത് നമ്മളായിരിക്കും കുക്ക് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അതായിരിക്കും നമുക്ക് കുറെ പേര് വീഡിയോ കണ്ടിട്ട് കൊതിയാവുന്നു. വേണമെങ്കിൽ ഈ മീറ്റപ്പിന് പറഞ്ഞ അവരെ ഇരുത്തി തന്നെ നമ്മൾ കുക്ക് ചെയ്യാം. മറ്റേ ഫിറോസൊക്കെ എവിടെ ചെയ്തല്ലോ, ഫിറോസൊക്കെ ചെയ്തെന്തോ അല്ല സ്റ്റേജിൽ ഇന്ന് കുക്ക് ചെയ്യണ ഒരു സംഭവം. അത് ഇവിടുത്തെ മറ്റേ പരിപാടി കനകക്കുന്നിൽ എന്തോ ഗവൺമെന്റിന്റെ പരിപാടിയിൽ പുള്ളി വന്ന് കുക്ക് ചെയ്തത്. അതേപോലെ ഒരു സ്റ്റേജിൽ കുക്ക് ചെയ്യാം. അല്ലാതെ പുള്ളി അല്ലാതെ ആൾക്കാരെ ചെയ്തതല്ല, അത് സ്റ്റേജ് അല്ലാതെ പരിപാടി. സ്റ്റേജിൽ അല്ല, അതുപോലെ നമ്മള് ലുലുവില് ക്യൂ നിന്നപ്പോഴത്തേക്കും പുറകില് ഒരാളുണ്ടായിരുന്നു, ഒരു സബ്സ്ക്രൈബർ പ്രിയ കാർത്തിക്. പുള്ളിക്കാരിയും ഇടയ്ക്ക് പറഞ്ഞു നിങ്ങളുടെ ഫുഡ് കൊളാവുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് വന്ന് അത് ശരിയാക്കി തരണമെന്നുണ്ട്. നിങ്ങളെ ഫുഡ് അവിടെ വന്നൊന്ന് ശരിയാക്കി തരണമെന്നുണ്ട്. ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മുടെ ബൺമസ്ക വിശേഷങ്ങളല്ലേ. ഒരു ബിസിനസ് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ച്. അതെ, ഇതില് സത്യം പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ പഠിച്ചു നമ്മള്. അതിപ്പം നിങ്ങൾ തന്നെ കുറെ പേര് കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ ഡ്രസ്സിങ്ങിന്റെ കാര്യവും. ഡ്രസ്സിങ് ഞാൻ വാലാകോല നിന്നും എനിക്ക് പക്ഷെ വാലാകോല ഒന്നും എനിക്ക് തോന്നിയില്ല. വാലാകോലായിരുന്നു അല്ല, ഒരു ഉദ്ദേശം മറ്റേ ഇത് പ്രോപ്പറായിട്ട് മറ്റേ ഹെഡ് ക്യാപ്പ് ഒക്കെ ഇട്ട് ഇതൊക്കെ ഇട്ട് ഇങ്ങനെ കുറച്ചൊരു കണ്ട ഒരു എന്താണ് ഇതിന്റെ ആളാണെന്ന് തോന്നക്ക രീതി നിൽക്കണമെന്നായിരിക്കും ഉദ്ദേശിച്ചത്. അതായിരിക്കും. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഭാവിയിൽ നമ്മുടെ എന്തെങ്കിലും ചെറുകിട വ്യവസായങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാം. നമ്മൾ ഇതേപോലത്തെ ട്രെൻഡിങ് സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി കളയാതെ ശ്രമിക്കാം. അല്ല, ഞാൻ പറയുന്നത് സ്ഥിരമായിട്ട് ഒരു സെറ്റപ്പ് സ്ഥിരമായിട്ട് ഒരു സാധനം ചെയ്യണമെന്നാണ്. പണ്ട് ആക്ച്വലി ഓർമ്മ ഉണ്ടാകുന്ന തോന്നുന്നു, ഈ മൃണാൾ വന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പണ്ട് പുള്ളി നമ്മളുടെ 2020-21 നമ്മളുടെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇഡ്ഡലി കടയൊക്കെ തിരുവനന്തപുരത്ത് തുടങ്ങുകയാണെങ്കിൽ നൈസ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ ഓടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സാധനങ്ങളൊക്കെ ഇവിടെ ഒന്ന് ഓടുന്നുണ്ട്. അപ്പൊ അതേപോലെ എന്തെങ്കിലുമൊക്കെ നമ്മള് ഫ്യൂച്ചറിൽ ചിലപ്പോ ചെയ്താലായി നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആളെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാമല്ലോ. ആളെ ചെയ്യാന്ന് വിചാരിക്കണ്ട, നമ്മൾ ചെയ്താലും ആളെ വെച്ചും ചെയ്യണം. പിന്നെ അതൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് ടൈം കണ്ടെത്തി അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കാമെങ്കിൽ ഒരു ആളെ വെച്ചൊന്നും ഒരു സാധനമൊന്നും അതിന് മാത്രം അംബാനിയൊന്നും അല്ല നമ്മള്. ഒരു ജോലിക്ക് ഒരാളെ നിർത്തിയാൽ പോരെ, ബാക്കി അവര് നോക്കൂലേ? ഇല്ല, നമ്മള് അങ്ങനെ തോക്കണെങ്കിൽ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. എത്ര പേര് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ. ആൾക്കാര് പിന്നെ എങ്ങനെ ബിസിനസ് നടത്തുന്നത്? ബിസിനസ് നിനക്ക് ഒരാള് പോയി കഴിഞ്ഞാൽ ഇൻ ആൻഡ് ഔട്ട് നിനക്ക് ചെയ്യാൻ അറിയണം, തുടക്കത്തിൽ ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മള് ചെയ്തിട്ട് ഒരു ഇതാവുമ്പോഴത്തേക്കും ആളെ ആക്കണം. അത് ഓക്കെ, എന്നാലും എനിക്കത് അത് ഒരാള് മാനേജ് ചെയ്യാനും ഒരു ഇത് ഉണ്ടെങ്കിൽ ഒരു ഡെഡിക്കേഷൻ വേണം. ഡെഡിക്കേഷനും വേണം, ഒരു നല്ല ടൈം കണ്ടെത്തി അതിവിടെ നിൽക്കണം. അതിനെക്കുറിച്ച് പഠിക്കുകയും വേണം, ഒരു എന്തൂസിയാസം വേണം. അപ്പൊ അങ്ങനെ ഒരു സാധനം നമുക്ക് നിങ്ങള് വ്ളോഗ് കണ്ടു കാണും, നമ്മള് വ്ളോഗ് കണ്ടില്ല. അതുകൊണ്ട് അതിന്റെ ഇത് എങ്ങനെ വന്നെന്നൊന്നും അറിഞ്ഞുകൂടാ. നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കോമഡി വ്ളോഗ് ആയിരുന്നു തോന്നുന്നു. കോമഡി ആയിരുന്നില്ലേ? കോമഡിയായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, അത് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പോഡ്കാസ്റ്റ് എൻഡ് ചെയ്യാം. ഇതൊരു വലിയ നീളമുള്ള ഒരു കവറാണ്. ഇത് സുജേഷ് ആണ്. ഗസ് എന്താണ്? 4 ബോക്സ് ഉണ്ട്. ഇത് സോപ്പ് അല്ല, പേഴ്സ്. എനിക്ക് തോന്നുന്നു പെർഫ്യൂം ആയിരിക്കോ? ആരാ പറഞ്ഞ സോപ്പ് എന്ന് പറയുന്നത്? സോപ്പല്ല. അല്ല, പണ്ട് എനിക്ക് ഓർമ്മ ഉണ്ട് 501 ഒരു ബാർ സോപ്പ് ഉണ്ടായിരുന്നു, ഇങ്ങനെ നീളമുള്ള. സോപ്പ് ആകാനും സാധ്യത ഉണ്ട് കേട്ടോ. മണമുണ്ട്. അപ്പം പെർഫ്യൂം ആരെങ്കിലും ഇതാണെങ്കിൽ ഹാൻഡ് മെയ്ഡ് സോപ്പ് ആണെങ്കിൽ ചിലപ്പോ ചാൻസ് ഉണ്ട്. ഓടോ സ്കിന്ന് ടൈറ്റന്റെ നല്ലതാണ്. ഇത് എന്താണ്? ഇത് താങ്ക് യു. സുജേഷ് താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒരു ഗിഫ്റ്റ് വരുന്നത്. ആക്ച്വലി ഇത് ഭയങ്കര കിടിലം പെർഫ്യൂമാണ്. ഞാൻ ഇത് 2019-20 ഇത് ലോഞ്ച് ചെയ്തത്. ആ സമയത്ത് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 4 ബോക്സ് തന്നിട്ടുണ്ട്. നമുക്ക് 4 പേർ. താങ്ക് യു ബ്രോ. താങ്ക് യു. ഇത് ടൈറ്റന്റെ ആണ്. ടൈറ്റന്റെ കിടിലം സാധനമാണ്. നല്ല മണമുണ്ട്. യെസ്, നല്ല മണോ, നല്ല പെർഫ്യൂമാണ് ബ്രോ.
അപ്പോൾ താങ്ക് യു. അപ്പോൾ ഈ ബൺമസ്ക വലിയൊരു വിജയമാക്കി തന്ന കേരളത്തിലെ എല്ലാവർക്കും നന്ദിയുണ്ട്. ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ വക വലിയൊരു നന്ദി. പ്രത്യേകിച്ച് അന്ന് വന്ന ആൾക്കാർ, ഇത് കണ്ടു വന്ന ആൾക്കാർ, പിന്നെ വഴി കൂടെ വന്ന ആൾക്കാര്. ലൈവ് അന്ന് ഏകദേശം 1000 പേര് അടുപ്പിച്ച് 1000. അത് ഞാൻ ആലോചിച്ചു കേട്ടോ, 1000 പേര് കൺസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഡ്രോപ്പ് ആവണത് നെറ്റ്വർക്ക് ഡ്രോപ്പ് ആയി. എന്നിട്ട് തിരിച്ചു വന്നപ്പോ വീണ്ടും അത് 900-ലോട്ട് കയറി. അത് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. പിന്നെ ചാറ്റ് നല്ല ആക്റ്റീവ് ആയിരുന്നു, നല്ല രസമായിരുന്നു. എനിക്കൊന്ന് എൻഗേജിങ് ആണെങ്കിൽ സാധനം വർക്ക്ഔട്ട് ആവും. ഒരു നമ്മള് ചെയ്യാത്ത ടൈപ്പ് സാധനങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാര് നോക്കി നിൽക്കും, ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. ഇപ്പോഴീ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക നന്ദി പറയുന്നു. പിന്നെ ഈ ബൺമസ്ക് വൻ തരംഗമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബ്ലോഗും തരംഗമായി കാണും. കഴിച്ചിട്ടില്ലാത്തവർക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്ന വളരെ എളുപ്പമുള്ള സാധനം. ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് ബണ്ണ് വാങ്ങി കുറച്ച് ബട്ടറും മറ്റേ കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതെ. അപ്പം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതൊന്ന് ഗിഫ്റ്റ് അയച്ചു തന്ന ബ്രോയ്ക്കും സുജേഷ് വലിയൊരു നന്ദി. ഇതിന്റെ മണം ഒന്ന് നോക്കട്ടെ. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇതിന്റെ മണം അറിയാം. സൂപ്പർ മണം. ഇതെങ്ങനെയാണ് തുറക്കുന്നത്? സത്യം പറഞ്ഞ പെർഫ്യൂം റബ്ബ് ചെയ്യാൻ പാടില്ല, ചുമ്മാ അടിക്കാവോ? ഓക്കെ, അത് തന്നെത്താനെ അബ്സോർബ് ആവില്ലേ? ഓക്കെ, അപ്പോൾ പെർഫ്യൂം അയച്ചു തന്ന ബ്രോയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ, ഇനി നമ്മൾ എന്തെങ്കിലും ഇതേപോലെ ട്രൈ ചെയ്യണോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തെങ്കിലും പുതിയ ഐഡിയ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഐഡിയാസ് പറയും, നമുക്ക് കണ്ടന്റുകൾ തരും. അതെ, ഡിസംബർ ആണ്, നമ്മൾ കുറെ പ്ലാൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അതെ, നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഹൈപ്പും ചെയ്ത് ഇതിനെ ഒന്ന് വിജയിപ്പിക്കുക, കയറ്റി വിടുക നമ്മളെ. ഒരു നല്ലൊരു പോഡ്കാസ്റ്റ്, ഇനി അടുത്ത പോഡ്കാസ്റ്റ് നമുക്ക് പ്ലാൻ ഉണ്ട്. നല്ലൊരു ഡിസംബർ ആണ്, ഒരു യൂട്യൂബ് ഒരു ഒരു കൊയ്ത്തായിരിക്കും. അപ്പോഴേ നമ്മൾ ഡിസംബറിൽ അടിപൊളി സാധനങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോഴെല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കുക. അപ്പൊ മറ്റൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.